ഓക്കെ, അപ്പൊ നമ്മൾ കൈനമാറ്റിക്സിലേക്ക് പോകാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ അറിഞ്ഞിരിക്കണം. അതിൽ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പാരാമീറ്റർ ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് പാരാമീറ്റേഴ്സ് മാറാത്ത ആൾക്കാരാണ് സ്റ്റഡി, മാറുന്നുണ്ടെങ്കിൽ അൺസ്റ്റഡി. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് സീറോ ആയിരിക്കണം. അതായത് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് അല്ലാതെ വരുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ലൊക്കേഷൻസിലെ പ്രോപ്പർട്ടീസ് സെയിം ആയിട്ട് വരുന്നതാണ് യൂണിഫോം ഫ്ലോ. അല്ലാത്തതൊക്കെ നോൺ യൂണിഫോം ഫ്ലോ ആണ്. ലാമിനാർ ടർബുലൻ എന്ന് പറയുമ്പോൾ റെയ്നോൾസ് നമ്പർ, പൈപ്പ് ഫ്ലോ ആണെങ്കിൽ റെയ്നോൾസ് നമ്പർ 2000 താഴെയാണെങ്കിൽ ലാമിനാർ, 4000 മുകളിലാണെങ്കിൽ ടർബുലൻ. ഇപ്പൊ കംപ്ലീറ്റ്ലി റാൻഡം മോഷൻ ആണ് ടർബുലന്റ്. ദർ ഈസ് കംപ്ലീറ്റ് ഇന്റർമിക്സിംഗ്. ലാമിനാർ എന്ന് പറയുമ്പോൾ ലെയർ ബൈ ലെയർ മൂവ്മെന്റ് ആണ്. വിസ്കസ് ആക്ഷൻ ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. റൊട്ടേഷണൽ ഇറൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലോ ഒരു പാർട്ടിക്കിൾ ആക്സിസിൽ കറങ്ങിക്കൊണ്ടാണ് മൂവ് ചെയ്യുന്നത് അല്ല എന്നുള്ളത് നോക്കിയിട്ടാണ് റൊട്ടേഷണൽ ഇറൊട്ടേഷൻ എന്ന് പറയുന്നത്. കംപ്രസിബിൾ ഇൻകംപ്രസിബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ. ഡെൻസിറ്റി വേരിയിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് കംപ്രസിബിൾ. ഇനി ഒരു പർട്ടിക്കുലർ ഫ്ലോ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷനിൽ ഒരു സ്പേസ് വേരിയബിൾ മാത്രമേ വരുന്നുള്ളെങ്കിൽ അത് 1 ഡയമെൻഷൻ, 2 സ്പേസ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷൻ, 3 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 3 ഡയമെൻഷൻ. ഇന്റേണൽ എക്സ്റ്റേണൽ ഫ്ലോ എന്ന് പറയുന്നത്, ഒരു പൈപ്പ് ഫ്ലോ എന്ന് പറയുന്നത് ഇന്റേണൽ ഫ്ലോ ആണ്. നമ്മളൊരു ഫാനൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സർഫസിന്റെ മേലെ കൂടെയും ഫ്ലോ നടക്കുന്നത് അതൊരു എക്സ്റ്റേണൽ ഫ്ലോ ആണ്. ഓക്കെ, ഇനി ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. ഒരു ഫ്ലോ റീജിയനിലെ വെലോസിറ്റി വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് UXYZTi, VXYZTj, WXYZTk എന്ന് വെച്ച് കഴിഞ്ഞാൽ UVW എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റി കോമ്പോണൻസ് ആണ്. എക്സ് ആക്സ്, വൈ ആക്സ്, സെഡ് ആക്സിലെ വെലോസിറ്റി കോമ്പോണൻസ് ആണ് UVW എന്ന് പറയുന്നത്. V is the resultant velocity. ആ V കാണാനുള്ള ഇക്വേഷൻ ആണ് √U² + V² + W². √U² + V² + W² എന്നുള്ളത്. ഓക്കെ, നൗ ആക്സിലറേഷന്റെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ആക്സിലറേഷനിലും ഇതുപോലെ ഓരോ കോമ്പോണൻസ് നമുക്ക് കാണാൻ പറ്റും. ആക്സിലറേഷൻ X കോമ്പോണന്റ് ഈസ് U∂U/∂x + V∂U/∂y + W∂U/∂z + ∂U/∂t. Y component is U∂V/∂x + V∂V/∂y + W∂V/∂z + ∂V/∂t. And AZ is U∂W/∂x + V.W/∂y + W.W/∂z + .W/∂t. ഈ ഇക്വേഷൻസിലൊക്കെ ആദ്യത്തെ 3 ടേംസിലെ ഡിഫറൻഷ്യൽ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് കോർഡിനേറ്റ്സ് ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ കൺവെക്റ്റീവ് ആക്സലറേഷൻ എന്നാണ് പറയാം. വേരിയേഷൻ ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, അതാണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ. നേരെ മറിച്ച് ലാസ്റ്റ് ടേമുകളൊക്കെ ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ ആണ്. ഇത് തന്നെയാണ് ലോക്കൽ അല്ലെങ്കിൽ ടെമ്പറൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ലോക്കൽ അല്ലെങ്കിൽ ടെമ്പറൽ ആക്സലറേഷൻ എന്ന് വെച്ചാൽ വേരിയേഷൻ ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. ഒരു അൺസ്റ്റഡി ഫ്ലോയിലാണ് ഈ കോമ്പോണൻസ് ഉണ്ടായിരിക്കുക. ഒരു നോൺ യൂണിഫോം ഫ്ലോയിലാണ് ഈ കോമ്പോണൻസ് ഉണ്ടായിരിക്കുക. സ്റ്റഡി ഫ്ലോയില് ഇതൊക്കെ സീറോ ആയിരിക്കും. യൂണിഫോം ഫ്ലോയില് ഇതൊക്കെ സീറോ ആയിരിക്കും. അതുകൊണ്ട് ഒരു സ്റ്റഡിയും യൂണിഫോം ആയിട്ടുള്ള ഒരു ഫ്ലോ ആണെങ്കിൽ ഇത് മൊത്തം സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ആക്സലറേഷൻ ഉണ്ടായിരിക്കില്ല. ഒരു കോൺസ്റ്റന്റ് ഫിക്സഡ് വെലോസിറ്റിയിലായിരിക്കും അത് ട്രാവൽ ചെയ്യുക. ഇനി റിസൾട്ടന്റ് ആക്സലറേഷൻ കാണാനായിട്ട് √AX² + AY² + AZ². ദിസ് ഈസ് ദ റിസൾട്ടന്റ് ആക്സലറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഫ്ലോ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീം ലൈൻ, സ്ട്രീക്ക് ലൈൻ, പാത്ത് ലൈൻ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഫ്ലോയില് ഇത് മൂന്നും സെയിം ആയിരിക്കും. പിന്നെ സ്റ്റഡി ഫ്ലോ സ്ട്രീം ലൈൻ, പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും ഒക്കെ സെയിം ആയിരിക്കും. അൺസ്റ്റഡിയിൽ ഡിഫറെന്റ് ആയിരിക്കും. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിന് എലോങ് ആയിട്ട് ടാൻജന്റുകൾ വരച്ചു കഴിഞ്ഞാൽ അത് വെലോസിറ്റി കോമ്പോണൻസ് ആയിട്ട് വരുന്നതാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്ലോ റീജിയനിലെ ഒരു ഇൻസ്റ്റന്റേനിയസ് സ്ക്രീൻഷോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, നിങ്ങളൊരു ഫ്ലോ എടുത്തിട്ട് അതിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ പാർട്ടിക്കിൾസിന്റെയും വെലോസിറ്റി ടാൻജന്റ് ആയിട്ട് വരുന്ന ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രീം ലൈൻ. ഇനി പാത്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പാത്തിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന പാത്തിനെയാണ് പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റേനിയസ് അല്ല, അതൊരു ലോങ് ടൈമിലേക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. ഇനി സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിഗരറ്റിന്റെ സ്മോക്കിൽ നിന്നൊക്കെ വരുന്ന പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതൊരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത പാർട്ടിക്കിൾസിന്റെ ഒരു ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈനാണ് സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ഏത് ടൈപ്പ് ഫ്ലോയിലാണ് അത് സെയിം ആയിട്ട് വരുന്നതെന്നുള്ളത്.
ഇനി ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ആണ് നെക്സ്റ്റ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഈക്വൽ ടു ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ആക്ച്വലി ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. നമ്മൾ പറയും വെഞ്ചൂറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി ആണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയും. ഇനി മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ കൂടെ യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്യുന്ന മാസ് ഓഫ് ഫ്ലൂയിഡ് ആണ് മാസ് ഫ്ലോ റേറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ്. ഡിസ്ചാർജിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. therefore റോ എ വി, അതാണ് മാസ് ഫ്ലോ റേറ്റിന്റെ എക്സ്പ്രഷൻ. നൗ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഈ കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് കൊണ്ടുള്ളതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഒരു പർട്ടിക്കുലർ ഫ്ലോ റീജിയനിൽ രണ്ട് ക്രോസ് സെക്ഷൻസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ A1 ആൻഡ് A2, വെലോസിറ്റീസ് ആവറേജ് വെലോസിറ്റീസ് V1 ആൻഡ് V2 ആണെങ്കിൽ വാട്ട് എവർ മാസ് എൻറ്ററിംഗ് ദിസ് റീജിയൻ ഈസ് ഈക്വൽ ടു വാട്ട് എവർ മാസ് ലീവിംഗ് ദിസ് റീജിയൻ. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. അതായത് പുതിയതായിട്ട് മാസ് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അതന്നെ. അപ്പോ അതിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ρ1 A1 V1 ഈസ് ഈക്വൽ ടു ρ2 A2 V2. ഇനി ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ആ കേസിൽ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് എന്നുള്ളതിന് പകരം ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് A1 V1 ഈക്വൽ ടു A2 V2. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇതിന്റെ മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ ഇതാണ്: വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ. ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. അതിനെ വെഞ്ചൂറി ഇഫക്റ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷന് തന്നെ ഒരു ഡിഫറൻഷ്യൽ ഫോം അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് റോ ഡബ്ല്യു is plus dou rho by dou t is equal to 0. This is the general form of continuity equation. Okay, differential form of continuity equation ആണ് ഇത്. ഇത് അൺസ്റ്റഡി ഫ്ലോ, അതുപോലെ തന്നെ നോൺ യൂണിഫോം ഫ്ലോ, കംപ്രസിബിൾ ഫ്ലോ, ഏത് ടൈപ്പ് ഫ്ലോയ്ക്കും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതിലെ സിംപ്ലിഫൈഡ് ഫോംസുകൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെയാണ് അതൊരു സ്റ്റഡി ഫ്ലോ ആയിട്ട് മാറുമ്പോൾ. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ബിക്കംസ് 0. ലാസ്റ്റ് ടേം 0, കാരണം ദർ ഇസ് നോ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പൊ ഒരു ഫ്ലോ ഇൻകംപ്രസിബിൾ ആണോ, നിങ്ങൾക്ക് രണ്ട് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഒക്കെ തന്നിട്ട് അത് ഇൻകംപ്രസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഡയമെൻഷനിലാണെങ്കിൽ ഈ ലാസ്റ്റ് ടേം 0, ഈ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ യുക്കും വിക്കും എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 വരുന്നുണ്ടെങ്കിൽ അത് നെസസറിലി ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന രണ്ട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ കൂടിയുള്ള ഒരു കാര്യങ്ങളാണ്. ഈ ഫംഗ്ഷൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ഫീൽഡിനെയാണ്. അതിൽ ഒന്നാമത്തെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ എന്നാണ് തന്നെ റെപ്രസെന്റ് ചെയ്യുക. യു വെലോസിറ്റി കോമ്പോണൻസ്, നമുക്ക് ഫൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വെലോസിറ്റി കോമ്പോണൻസ് കണ്ടുപിടിക്കാം? യു ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്, വി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ, അതിന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ പർട്ടിക്കുലർ ഡയറക്ഷനിലെ വെലോസിറ്റി കോമ്പോണന്റ് കിട്ടണം. സച്ച് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇനി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, അതൊരു ഇൻകംപ്രസിബിൾ ഫ്ലോ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. രണ്ടാമത്തത്, അതൊരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. കണ്ടിന്യൂ അല്ല, ഇറൊട്ടേഷണൽ ഫ്ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ഈ രണ്ട് ഇക്വേഷനിൽ ഒന്നാമത്തെ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയത്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഞാൻ 2 ഡയമെൻഷനിൽ എഴുതുന്നുള്ളൂ. ഇനി ഇറൊട്ടേഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽസ് ഡോ യു ബൈ ഡോ വൈ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. ഓക്കെ, അതിൽ യുക്കും വിക്കും ഈ ഒരു എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമ്പോർട്ടന്റ് റിസൾട്ട്, ഈ ഇറൊട്ടേഷണൽ ഫ്ലോയ്ക്ക് മാത്രമേ ഇങ്ങനൊരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അതായത് ഒരു വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഒരു ഇറൊട്ടേഷണൽ ഫ്ലോയ്ക്ക് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. റൊട്ടേഷണൽ ഫ്ലോയിൽ എന്തുണ്ടാവില്ല, ഈ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ലേസ് ഇക്വേഷന്റെ ഫോമിലേക്ക് അത് മാറും. അതായത് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷനെ ഫൈ എന്നുള്ള ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. അതാണ് ഈ ഇക്വേഷൻ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോ ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെസസറിലി ആൻ ഇറൊട്ടേഷണൽ ഫ്ലോ.
ഇറോട്ടേഷണൽ ഫ്ലോയിലെ കണ്ടിന്യൂറ്റി ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ അങ്ങനെ ഒരു ഫ്ലോ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് നെസസറിലി അതൊരു ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഇറോട്ടേഷണൽ ഫ്ലോ ആണ്. അതിനോടൊപ്പം തന്നെ അതൊരു ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള ഒരു ഫംഗ്ഷൻ ആണ് സ്ട്രീം ഫംഗ്ഷൻ. സ്ട്രീം ഫംഗ്ഷനിലും ഇതുപോലെ തന്നെ വെലോസിറ്റി കോമ്പണൻസ് കിട്ടാനായിട്ട് പെർപെൻഡിക്കുലർ ഏത് ഡയറക്ഷനിലാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ വെലോസിറ്റി കോമ്പണന്റ് ആണ് കിട്ടുന്നത്. സോ യു ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ, വി ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഫൈ അല്ല സൈ, സൈ ഡോ സൈ ബൈ ഡോ വൈ, ഡോ സൈ ബൈ ഡോ എക്സ്. ഓക്കെ, ഇനി ഇത് 2 ഡയമെൻഷണൽ ഫ്ലോക്ക് മാത്രമേ ഇത് ഡിഫൈൻ ചെയ്യാറുള്ളൂ സാധാരണ. കാരണം ഒരു കൺഫ്യൂഷൻ ഒക്കെ വരും, അതിലെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫംഗ്ഷൻ സെപ്പറേറ്റ് വേറെ കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ ഇഫ് ദിസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ സ്ട്രീം ഫംഗ്ഷൻ. ഇനി ഇറ്റ് ഈസ് ഇനി ഈ സൈ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രീം ലൈൻ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ പോയിന്റ്സിലും ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ടു സ്ട്രീം ഫംഗ്ഷൻ വാല്യൂസ്, രണ്ട് സ്ട്രീം ലൈൻസ് ഉണ്ടെങ്കിൽ ഈ സ്ട്രീം ലൈനിൽ ത്രൂ ഔട്ട് ആയിട്ട് സൈ വൺ, ഈ സ്ട്രീം ലൈനിൽ ത്രൂ ഔട്ട് ആയിട്ട് സൈ ടു ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഒരു ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സൈ ടു മൈനസ് സൈ വൺ. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ഫംഗ്ഷൻ ആണ് അവർക്കിടയിലുള്ള ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ആ വാല്യൂടെ. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരികയാണ്. ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ഓരോ ഇക്വേഷൻസിലും കൺസിഡർ ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഗ്രാവിറ്റി, പ്രഷർ, വിസ്കസ്, ടർബുലൻസ്, കംപ്രസിബിലിറ്റി, സർഫസ് ടെൻഷൻ, എല്ലാ ഫോഴ്സുകളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ന്യൂട്ടൺസ് ഇക്വേഷൻ. ഇതിലെ സർഫസ് ടെൻഷൻ, കംപ്രസിബിലിറ്റി ഒക്കെ നെഗ്ലക്ട് ചെയ്യാണ്. അപ് ടു ടർബുലൻസ് വരെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റെയ്നോൾഡ്സ് ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ ടർബുലന്റ് ഫ്ലോയുടെ അനാലിസിന് ഉപയോഗിക്കുന്നത് റെയ്നോൾഡ്സ് ഇക്വേഷൻ ആണ്. ഗ്രാവിറ്റി, പ്രഷർ, വിസ്കസ്, ഇത് ടർബുലൻസ് ഞാൻ നെഗ്ലക്ട് ചെയ്യാണ്. വിസ്കസ് ഫ്ലോ അതായത് ലാമിനാർ ഫ്ലോയുടെ അനാലിസിന് ഉപയോഗിക്കുന്നതാണ് നാവിയർ സ്റ്റോക്സ് ഇക്വേഷൻ. ആൻഡ് ഓയിലേഴ്സ് ഇക്വേഷൻ ഈസ് ദ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഇക്വേഷൻ കൺസിഡറിങ് ഓൺലി ഗ്രാവിറ്റി ആൻഡ് പ്രഷർ ഫോഴ്സസ്. ഓക്കെ, അവിടെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്ന ഇഫക്റ്റ് നെഗ്ലക്ട് ചെയ്യാണ്. അങ്ങനെ വിസ്കോസിറ്റി ഇല്ലാതെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ദ ഫ്ലോ ബിക്കംസ് ഐഡിയൽ ഫ്ലൂയിഡ് ആണെന്ന് അസ്യൂം ചെയ്യണം. ഇത്തരം കേസിലാണ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഈ ഓയിലേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തതിനു ശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ബെർണോളിസ് ഇക്വേഷൻ. വളരെ ഫേമസ് ആയിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ബെർണോളിസ് ഇക്വേഷൻ. അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ ടു ജി പ്ലസ് സെഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. പി ബൈ റോ ജി ഈസ് കോൾഡ് പ്രഷർ ഹെഡ്, വി സ്ക്വയർ ബൈ ടു ജി ഈസ് കോൾഡ് ഡൈനാമിക് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്, സെഡ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഹെഡ്. ഇത് മൂന്ന് പേരുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പൊ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അവരെ ഹെഡിന്റെ ഫോംസിലേക്ക് മാറ്റിയതാണ് ഈ ടേംസുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷന്റെ ഒരു മീനിങ് പറയുന്നതേ ഉള്ളൂ, ഒരു സ്റ്റഡി, ഇൻകംപ്രസിബിൾ, ഇറോട്ടേഷണൽ ആൻഡ് ഫ്രിക്ഷൻലെസ്, അതായത് ഐഡിയൽ കേസിൽ ഒരു ഏത് സെക്ഷൻ എടുത്താലും അതിന്റെ ഈ മൂന്ന് പേരുടെ സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെർ ആർ നോ അതർ എനർജി ലോസസ് എന്നാണ് ഈ ബെർണോളിസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലെ ഞാൻ രണ്ട് സെക്ഷൻസിലേക്ക് ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ടോട്ടൽ എനർജി ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ എനർജി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കൺസർവേഷൻ ഓഫ് എനർജി ആണ് ബെർണോളിസ് ഇക്വേഷൻ. ഇതിന്റെ അസംഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സ്റ്റഡി, ഇൻകംപ്രസിബിൾ, ഇറോട്ടേഷണൽ ഫ്ലോ ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ പി വൺ ബൈ റോ ജി പ്ലസ് വി വൺ സ്ക്വയർ ബൈ ടു ജി പ്ലസ് സെഡ് വൺ ഈക്വൽ ടു പി ടു ബൈ റോ ജി പ്ലസ് വി ടു സ്ക്വയർ ബൈ ടു ജി പ്ലസ് സെഡ് ടു. ഇനി ഒരു റിയൽ ഫ്ലൂയിഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് ദർ വിൽ ബി സം ലോസസ്. ആ ലോസിനെ ഞാൻ എച്ച് എൽ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡിഫൈഡ് ബെർണോളിസ് ഇക്വേഷൻ കിട്ടും. സോ ടോട്ടൽ എനർജി അറ്റ് ദ ഇൻലെറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ദ എക്സിറ്റ് പ്ലസ് വാട്ട് എവർ ലോസ് ഒക്കേർഡ് ബിറ്റ്വീൻ ദീസ് ടു സെക്ഷൻസ്. ബെർണോളിസ് ഇക്വേഷൻ ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് പ്രധാനമായിട്ട് ഡിസ്ചാർജ് മെഷറിംഗ് എക്യുപ്മെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് ബെഞ്ചൂറി മീറ്റർ. ബെഞ്ചൂറി മീറ്റർ എന്ന് പറഞ്ഞാൽ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് കോസ്റ്റ്ലി ആണ്, കുറച്ച് ബൾക്കി ആണെന്ന് മാത്രം, പക്ഷെ ആക്യുറസി വളരെ കൂടുതലാണ്. ഇതാണ് ബെഞ്ചൂറി മീറ്ററിന്റെ ഒരു ഡിസൈൻ. ഇതിൽ നമുക്ക് ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഡിസ്ചാർജ് തന്നെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് തിയററ്റിക്കൽ ഡിസ്ചാർജ്, അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലോസുകളൊന്നും ഇല്ലാത്ത ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഡിസ്ചാർജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു A1 A2 റൂട്ട് ഓഫ് 2GH ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. A1 എന്ന് പറയുന്നത് ഈ ഇൻലെറ്റിലെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് പൈപ്പിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നെയാണ് A1.
ഇവിടെ വളരെ ചെറിയ ഡയമീറ്ററുള്ള ഒരു പോർഷൻ കാണാം, ദാറ്റ് ഇസ് കോൾഡ് ത്രോട്ട്. ആ ത്രോട്ടിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് A2 എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ ഒരു യൂട്യൂബ് മാനോമീറ്റർ ഞാൻ വെക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന പ്രഷർ ഡിഫറൻസ് നമുക്കിവിടെ കൺവേർട്ട് ചെയ്ത് H, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, HP is equal to H into SM/S-1. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, തെറ്റിക്കരുത്. ഇവിടെ മെർക്കുറി മാനോമീറ്റർ ഒക്കെയാണ്, ഇതിൽ കൂടെ ഒഴുകുന്ന വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ ടേംസിൽ കൺവേർട്ട് ചെയ്തിട്ടേ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാരണം ഞാൻ വാട്ടറിന്റെ ഡിസ്ചാർജിൽ കണ്ടുപിടിക്കുന്നത് മെർക്കുറിയുടെ അല്ലല്ലോ. അപ്പോ ഏതിന്റെ ആണോ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് അതിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതിന് ഈ ഫോർമുല ഉപയോഗിക്കാം. ഇനി ഇവിടെ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ഐഡിയൽ കേസ് അസ്യൂം ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്തെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇവർക്കിടയിൽ ലോസുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ലോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഡിസ്ചാർജ് ആണ് ആക്ച്വൽ ഡിസ്ചാർജ്. എന്ന് വെച്ചാൽ ഈ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ആക്ച്വൽ ഡിസ്ചാർജ്. ദാറ്റ് ഫ്രാക്ഷൻ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. സോ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു വാട്ട്? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ വെഞ്ചൂറി മീറ്ററിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. അറൌണ്ട് 0.98 ഒക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുക. 0.96 to 0.99 വരെ നമുക്ക് കിട്ടാറുണ്ട്. ഇനി ഇവിടെ ഈ ഡൈവർജിങ് പോർഷൻ വളരെ ലെങ്തി ആയിട്ടിരിക്കുന്നതാണ് കമ്പയർഡ് ടു ദിസ് കൺവെർജിങ് പോർഷൻ. അതിന് കാരണം ഫ്ലോ സെപ്പറേഷൻ. ഫ്ലോ ഇവിടെ എത്തുമ്പോൾ ഒരു ഡീസലറേറ്റ് ചെയ്യും, അത് സെപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ആംഗിൾ ഏകദേശം എത്ര എന്ന് പറഞ്ഞിരിക്കുക? 5 to 7 ഡിഗ്രി. 8 ഡിഗ്രിയേക്കാൾ താഴെ എന്തായാലും നിൽക്കണം. ടിപ്പിക്കലി ഒരു 6 ഡിഗ്രിയൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ഓക്കെ, ടു പ്രിവെന്റ് ഫ്ലോ സെപ്പറേഷൻ. ഇനി ഒറിഫൈസ് മീറ്ററിന്റെ കേസിൽ ഈ ആകെ അറിഞ്ഞിരിക്കേണ്ടത് ഈ CD-യുടെ വാല്യൂ ആണ്. കാരണം രണ്ടുപേരുടെയും പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം ആണ്, ഫോർമുലയും സെയിം ആണ്. പക്ഷെ ഈ ഒറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്കുലർ പ്ലേറ്റിന് നടുക്ക് ഒരു ഹോൾ ഇട്ടതിനെയാണ് ഒറിഫൈസ് എന്ന് പറയുന്നത്. ഈ ഒറിഫൈസിന്റെ സെന്ററിൽ കൂടെ ഫ്ലോ വരുമ്പോൾ ദർ ഇസ് എ സഡൻ കൺവെർജിങ് ആൻഡ് ഡൈവർജിങ് ആക്ഷൻ. അതുകൊണ്ട് ലോസുകൾ വളരെ കൂടുതലായിരിക്കും ഇതില്. അതുകൊണ്ട് തന്നെ എന്റെ CD-യുടെ വാല്യൂ വളരെ കുറവായിരിക്കും. 0.6 to 0.65 ഒക്കെ മാത്രമേ ഉള്ളൂ അതിന്റെ CD ഉള്ളൂ. ഫോർമുല റിമെയിൻസ് ദ സെയിം. Now, another important equipment is pitted tube. Pitted tube ഒരു ഡിസ്ചാർജ് മെഷറിംഗ് എക്യുപ്മെന്റ് അല്ല, വെലോസിറ്റി മെഷർ ചെയ്യാനുള്ള എക്യുപ്മെന്റ് ആണ്. സിംപ്ലി 90 ഡിഗ്രി ബെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബാണ് പിറ്റഡ് ട്യൂബ്. അതിന് 90 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോൾ ഒരു ഫ്ലോ സ്റ്റേബിൾ, ഫ്ലോ സീറോ, വെലോസിറ്റി സീറോ ആകുന്ന ഒരു പോയിന്റ് അത് ജനറേറ്റ് ചെയ്യും. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് സ്റ്റാഗ്നേഷൻ പോയിന്റ്. ആ സ്റ്റാഗ്നേഷൻ പോയിന്റിലെ ഹെഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് കോൾഡ് സ്റ്റാഗ്നേഷൻ ഹെഡ്. പിറ്റഡ് ട്യൂബ് പോലെ പീസോമീറ്റർ പോലെ തന്നെ കാണുമെങ്കിലും ഇത് ആക്ച്വലി ഫ്ലോ റിസീവ് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റേഷനറി ആക്കി മാറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ അവിടെ ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ജനറേറ്റ് ചെയ്യും. ആ പോയിന്റിലെ ഹെഡ് ആണ് ഇത് മെഷർ ചെയ്യുന്നത്. സോ പിറ്റഡ് ട്യൂബ് ആക്ച്വലി മെഷേഴ്സ് സ്റ്റാഗ്നേഷൻ ഹെഡ്. സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ബെർണോളിസ് ഇക്വേഷനിലെ P/ρg + v²/2g + z = കോൺസ്റ്റന്റ് എന്നല്ല എഴുതിയത്. ഇതിൽ P/ρg + v²/2g ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ ഹെഡ്. P/ρg + z നെ വിളിക്കുന്ന പേരാണ് പീസോമെട്രിക് ഹെഡ്. പിറ്റഡ് ട്യൂബ് മെഷർ ചെയ്യുന്നത് ഈ സ്റ്റാഗ്നേഷൻ ഹെഡ് ആണ്. P/ρg + v²/2g. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നു. P/ρg + v²/2g. പീസോമീറ്റർ മെഷർ ചെയ്യുന്നത് ഈ P/ρg ആണ്. സോ ഇത് നമുക്ക് P/ρg കിട്ടി. അപ്പൊ P/ρg സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടില്ലേ? v²/2g കിട്ടും. അതിൽ നിന്ന് വെലോസിറ്റി കാണാനായിട്ട് v = √2gh. ഈ h എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, h സ്റ്റാഗ്നേഷൻ മൈനസ് h സ്റ്റാറ്റിക്. ഇതാണ് h. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെർണോളിസ് ഇക്വേഷന്റെ ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്ന, ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ ലോസുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട് വെലോസിറ്റി നമുക്ക് കിട്ടില്ല. ദർ വിൽ ബി സ്ലൈറ്റ് വേരിയേഷൻ. ആ വേരിയേഷൻ കൺസിഡർ ചെയ്യുന്ന ആളാണ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയാം. പിറ്റഡ് ട്യൂബിന്റെ കേസിൽ നമ്മൾ അതിനെ പിറ്റഡ് ട്യൂബ് കോഎഫിഷ്യന്റ് എന്നും പറയാറുണ്ട്. ദാറ്റ് C is equal to v / actual velocity / theoretical velocity. ഈ കണ്ടുപിടിക്കുന്നതാണ് തിയററ്റിക്കൽ വെലോസിറ്റി. ഓക്കെ, ജനറലി അതിന്റെ വാല്യൂ 0.98 ആയിട്ടാണ് എടുക്കാറ്. ഈ ചില മോഡിഫൈഡ് വേർഷൻ ഓഫ് പിറ്റഡ് ട്യൂബിലെ 1 ആയിട്ടും അത് കിട്ടാറുണ്ട്. അതായത് എക്സാക്ട് ആ ലോസ് ഇല്ലാത്ത പോലെ ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഇന്നുണ്ട്. ഓക്കെ, ജനറലി അതിന്റെ വാല്യൂ 0.98 ആയിട്ടെന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്തെ ഇമ്പോർട്ടന്റ് ഫോർമുലകൾ. ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അഗൈൻ ആ ഫോർമുലകൾ അതാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഡൈനാമിക്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഫ്ലോ ത്രൂ പൈപ്സ് എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. ഫ്ലോ ത്രൂ പൈപ്സിൽ ആദ്യം ലാമിനാർ ഫ്ലോയിൽ മാത്രമായിട്ട് നമ്മൾ സ്റ്റഡി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഈ ഒരു ഗ്രാഫാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഗ്രാഫിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഷിയർ സ്ട്രെസ് എങ്ങനെ വാരി ചെയ്യുന്നു, ഒന്ന് വെലോസിറ്റി എങ്ങനെ വാരി ചെയ്യുന്നു എന്നുള്ളതാണ്. ഷിയർ സ്ട്രെസ് വാരീസ് ലീനിയർലി, വെലോസിറ്റി വാരീസ് പരാബോളിക്കലി. സോ അവരുടെ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഇതിനെ ഗവേൺ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി തന്നെയാണ്. τ = μ - μ × du/dr. അവിടെ പൈപ്പ് ആയതുകൊണ്ടാണ് r എന്നുള്ള ഫോമിലേക്ക് മാറ്റിയത്.
പ്രഷർ ഗ്രേഡിയന്റ് ഡോ പി ബൈ ഡോ എക്സ് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് 1/r ഡോ ആർ ടി ബൈ ഡോ ആർ എന്നുള്ള ഇക്വേഷൻ. അതൊന്നും നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഇക്വേഷൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, മാക്സിമം വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി. ദീസ് ഇക്വേഷൻസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതായത് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എങ്ങനെ വെലോസിറ്റി വേരി ചെയ്യുന്നു. -1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് പൈപ്പ് റേഡിയസ്, ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ഡയറക്ഷന് എലോങ് ആയിട്ട് പ്രഷർ എങ്ങനെ വാരി ചെയ്യുന്നു എന്ന് കാണിച്ചു തരുന്ന പ്രഷർ ഗ്രേഡിയന്റ് ആണ് ഡോ പി ബൈ ഡോ എക്സ്. മ്യൂ ഇസ് ദ വിസ്കോസിറ്റി. സ്മോൾ ആർ എന്ന് പറയുന്നത് ഈ പൈപ്പിന്റെ ആക്സിൽ നിന്ന് എത്ര റേഡിയസിലാണ് ഞാൻ ആ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ദാറ്റ് റേഡിയസ് ഈസ് സ്മോൾ ആർ. ഓക്കെ, അവിടെ ആറിന്റെ സ്ക്വയറിന് പ്രപ്പോർഷൻ ആയിട്ട് വാരി ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് പരാബോളിക് വേരിയേഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഷിയർ സ്ട്രെസിന്റെ എക്സ്പ്രഷൻ r/2 ഇൻറ്റു മൈനസ് ഡോ പി ബൈ ഡോ എക്സ്. അത് വളരെ സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. അതിൽ തന്നെ നമുക്ക് ടോ പ്രപ്പോർഷൻ ടു ആർ എന്നാണ് വരുന്നത്. അതാണ് ലീനിയർ വേരിയേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ രണ്ട് കേസ് നോക്കുകയാണെങ്കിൽ r 0 ആകുമ്പോൾ അതായത് ആക്സിസിൽ വരുമ്പോൾ വെലോസിറ്റി എന്നുള്ളത് മാക്സിമം ആകും. കാരണം ഇതിവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന ടൈം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് മാക്സിമം ആകും. സോ മാക്സിമം വെലോസിറ്റി ഒക്കേഴ്സ് അറ്റ് ദ സെന്റർ, സീറോ വെലോസിറ്റി ഒക്കേഴ്സ് അറ്റ് ദ സർഫസ്. ഈ കണ്ടീഷനാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നോ സ്ലിപ്പ് കണ്ടീഷൻ. ഇനി ഈ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഷിയർ സ്ട്രെസിന്റെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ അവിടെ റേഡിയസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് തന്നെ 0 ആകും. അതുകൊണ്ട് ഇവിടെ 0 ആയിരിക്കും. ആൻഡ് മാക്സിമം വാല്യൂ ഔട്ടർ സർഫസിലാണ് വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് വോൾ ഷിയർ സ്ട്രെസ്. ഇപ്പൊ വോൾ ഷിയർ സ്ട്രെസ് കാണാനായിട്ട് ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ മാക്സിമം വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ -r²/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ്, അല്ലെങ്കിൽ -1/4 മ്യൂ നമ്മൾ പഠിക്കാറുള്ളത് എങ്ങനെയാണ്, മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r². ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ആവറേജ് വെലോസിറ്റി. ഇപ്പൊ 1/8 മ്യൂ മൈനസ് ഡോ പി ബൈ ഡോ എക്സ് r² ആണ് ആവറേജ് വെലോസിറ്റി. അപ്പൊ ലാമിനാർ ഫ്ലോ ത്രൂ പൈപ്പിലെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ട്വൈസ് ആവറേജ് വെലോസിറ്റി ആയിരിക്കും. എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക? ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ. ഇതാണ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്, കാരണം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിലെ. യുമാക്സ് ഇസ് ഈക്വൽ ടു ട്വൈസ് ആവറേജ് വെലോസിറ്റി. ഇനി ഇങ്ങനെ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോ ഈ ഒരു പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. പക്ഷെ ഞാനൊരു ആവറേജ് വെലോസിറ്റി ആണ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എറർ സംഭവിക്കും. അതായത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആക്കി മാറ്റുമ്പോൾ ഒരു എറർ വരും. ആ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് കറക്ഷൻ ഫാക്ടേഴ്സ്, മൊമെന്റം കറക്ഷൻ ഫാക്ടർ ആൻഡ് എനർജി കറക്ഷൻ ഫാക്ടർ. മൊമെന്റം കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഫോർമുല 1/av² ഇന്റഗ്രൽ u² dA. അതിൽ ലാമിനാർ ഫ്ലോയ്ക്കും ടർബുലന്റ് ഫ്ലോയ്ക്കും വാല്യൂസ്, നിങ്ങൾ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണം. മൊമെന്റം കറക്ഷൻ ഫാക്ടർ ഫോർ ലാമിനാർ ഫ്ലോ ഇറ്റ് ഈസ് 1.33, ടർബുലന്റ് ഫ്ലോ ഇറ്റ് ഈസ് ഫോർ 1.2. ആൻഡ് എനർജി കറക്ഷൻ ഫാക്ടർ, കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എറർ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാമിനാർ ഫ്ലോയ്ക്ക് അത് 2 ഉം ടർബുലന്റ് ഫ്ലോയ്ക്ക് 1.03 to 1.06 ആണ് ഈ എനർജി കറക്ഷൻ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി പൈപ്പ് ഫ്ലോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ജനറൽ ആയിട്ടുള്ള പൈപ്പ് ഫ്ലോയുടെ സ്റ്റഡിയിൽ ഇമ്പോർട്ടന്റ് ആണ് ലോസ് ഇൻ പൈപ്പ്. ലോസ് ഇൻ പൈപ്പ് ഫ്ലോ അത് ഏതൊക്കെയാണ് വരുന്നത്? രണ്ട് ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട്. ഈ ലോസുകൾ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മേജർ ലോസ് ആൻഡ് മൈനർ ലോസ്. മേജർ ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. അറൌണ്ട് 80 to 90% മേജർ ലോസ് ആയിരിക്കും. ചില സർട്ടൻ ലോക്കലൈസ്ഡ് റീജിയനിൽ മാത്രം വരുന്നതാണ് മൈനർ ലോസസ്. മേജർ ലോസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഫോർമുലകളാണ് ഡാർസി ബേസ്ബാക്ക് ഇക്വേഷനും ചെസീസ് ഫോർമുലയും. ഡാർസി ബേസ്ബാക്ക് ഇക്വേഷൻ HF = FL_V²/2GD ആൻഡ് ചെസീസ് ഫോർമുല V²/C²RL. അത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, V = C√ML MI = C√MI. C എന്ന് പറയുന്നത് ചെസീസ് കോൺസ്റ്റന്റ്. ഈ M എന്ന് പറയുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ പെരിമീറ്റർ ഓഫ് ദ പൈപ്പ്. I എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയും, അതായത് ഫ്രിക്ഷണൽ ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പൈപ്പ്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. C is called ചെസീസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ ചെസീസ് കോൺസ്റ്റന്റ് യൂണിറ്റ് m/2/2 ആയിരിക്കും. m/2/2. ഓക്കെ, രണ്ടിലും ആവറേജ് വെലോസിറ്റി ആണ് കൊടുക്കാൻ പാടുള്ളൂ, മാക്സിമോ അങ്ങനെയൊന്നുമല്ല. ആവറേജ് വെലോസിറ്റിയിലാണ് ഈ എക്സ്പ്രഷൻസ് വരുന്നത്. ഇതിൽ ക്യാപിറ്റൽ F എന്ന് പറയുന്നതാണ് ഫ്രിക്ഷൻ ഫാക്ടർ, which is equal to friction factor is equal to 4 times the friction coefficient. Okay, ഇനി ചെസീസ് കോൺസ്റ്റന്റ് C = √8g/F ആയിരിക്കും. √8g/ ഫ്രിക്ഷൻ ഫാക്ടർ ആണ് ചെസീസ് കോൺസ്റ്റന്റ്.
അല്ലെങ്കിൽ ജസ്റ്റ് ഈസ് കോഎഫിഷ്യന്റ് ആയിട്ട് വരും. ഇവർ തമ്മിലുള്ള റിലേഷൻ അതൊക്കെയാണ്. ഓക്കെ, ഇനി മൈനർ ലോസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മിനിമം 4 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം. സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, എൻട്രൻസ് ലോസ്, എക്സിറ്റ് ലോസ്. സഡൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഡയമീറ്റർ നിന്ന് പെട്ടെന്ന് ലാർജ് ഡയമീറ്ററിലേക്ക് വരിക. സോ V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. ദിസ് ഇസ് എ കിട്ടും. സഡൻ കോൺട്രാക്ഷൻ ലാർജ് വാല്യൂവിൽ നിന്ന് സഡൻ ചെറിയ വാല്യൂയിലേക്ക് വരിക. അപ്പൊ അങ്ങോട്ട് വരുമ്പോൾ ഒരു വെലോസിറ്റിയുടെ ഷാർപ്പ് റൈസ് ഉണ്ടായിരിക്കും. 0.5 V സ്ക്വയർ ബൈ 2G. ഈ ചെറിയ പൈപ്പിലെ വെലോസിറ്റി ആണ് കൊടുക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് എൻട്രൻസ് ലോസും എക്സിറ്റ് ലോസും. എൻട്രൻസ് ലോസ് എന്ന് വെച്ചാൽ ഒരു ലാർജ് ടാങ്കിൽ നിന്ന് ആ ഒരു പൈപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു സഡൻ കോൺട്രാക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരിക, 0.5 V സ്ക്വയർ ബൈ 2G. ഇനി എക്സിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ സഡൻ ആയിട്ടൊരു എക്സ്പാൻഷൻ വരുന്ന പോലെയാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അതിൽ V2 0 കൊടുത്താൽ മതി. V2 0 കൊടുക്കുമ്പോൾ V സ്ക്വയർ ബൈ 2G എന്ന് വരും. ഈ പൈപ്പിലോട് വരുന്ന വെലോസിറ്റിയാണ് V. ഇതുപോലെ ഈ പൈപ്പിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഫിറ്റിംഗ്സിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ലോസുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇക്വേഷനിൽ അല്ലെങ്കിൽ ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. ദ കോഎഫിഷ്യന്റ് V സ്ക്വയർ ബൈ 2Gയുടെ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുക. ഈ K എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലോസ് കോഎഫിഷ്യന്റ് എന്ന് പറയും. ആ ലോസ് കോഎഫിഷ്യന്റ് നിങ്ങൾക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. കൂടുതലും ഈ 4 എണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി പൈപ്പിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് റെയ്നോൾഡ്സ് നമ്പർ, വിച്ച് ഇസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ അല്ലെങ്കിൽ വി ഡി ബൈ ന്യൂ എന്ന് പറയുന്നത്. റോ ഇസ് ദ ഡെൻസിറ്റി, വി ഇസ് ദ ആവറേജ് വെലോസിറ്റി, ഡി ഇസ് ദ ഡയമീറ്റർ, മ്യൂ ഇസ് ദ ഡൈനാമിക് വിസ്കോസിറ്റി, ന്യൂ ഇസ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി. ഈ റെയ്നോൾഡ്സ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലാമിനാർ ടർബുലന്റ് ക്ലാസിഫൈ ചെയ്യുന്നത്. If Reynolds number is less than 2000, it is laminar flow. Greater than 4000, it is turbulent flow. In between, it is a transition flow. Okay. അപ്പൊ റെയ്നോൾഡ്സ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നിങ്ങൾക്ക് റെയ്നോൾഡ്സ് നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഏതെങ്കിലും പാരാമീറ്റർ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫോർമുല അത് ലാമിനാർ ഫ്ലോ ആണോ ടർബുലന്റ് ഫ്ലോ ആണോ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ശേഷം മാത്രമേ പ്രോബ്ലം തുടങ്ങാനായിട്ട് പാടുള്ളൂ. കാരണം ഇവിടെ പറയുന്ന ഈ ഇക്വേഷൻസ് എല്ലാം ഏത് ടൈപ്പ് ഫ്ലോയിലും അപ്ലൈ ചെയ്യാം. പക്ഷെ മുന്നേ പഠിച്ച ഇക്വേഷൻസിൽ അതൊക്കെ ലാമിനാർ ഫ്ലോയ്ക്ക് മാത്രം സ്പെസിഫൈഡ് ആണ്. ലാമിനാർ ഫ്ലോയിലും ഇതുപോലെ തന്നെ ലോസ് കാണാനായിട്ട് ഒരു സ്പെസിഫൈഡ് ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഹെയ്ജൻ-പോയ്സ്ലി ഫോർമുല. ഹെയ്ജൻ-പോയ്സ്ലി ഫോർമുല പറയുന്നത് ലാമിനാർ ഫ്ലോയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലാമിനാർ ഫ്ലോയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പൈപ്പിലൂടെ ഒഴുകുന്ന ലാമിനാർ ഫ്ലോനെ ഹെയ്ജൻ-പോയ്സ്ലി ഫ്ലോ എന്നും പറയാറുണ്ട്. ദാറ്റ് ഈസ് HF is equal to 32 mu VL by rho G D square. This is the equation. V എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി, മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി, ബാക്കിയെല്ലാം നമുക്ക് പരിചയമുള്ള. ഇത് ലാമിനാർ ഫ്ലോയ്ക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഫോർമുലയാണ്. അതിന്റെ പ്രോബ്ലം കാണുമ്പോഴേക്കും ചാടി കയറി ഇത് ഉപയോഗിക്കരുത്. അത് ഏത് ടൈപ്പ് ഫ്ലോ ആണെങ്കിലും ആകാം. ഈ പഠിച്ച ഇക്വേഷൻസ് എല്ലാത്തിനും ഉപയോഗിക്കാനായിട്ട് നമുക്ക്. ഇനി നമുക്ക് ഈ പൈപ്പിലെ തന്നെ അറേഞ്ച്മെന്റ്സ് ആണ് സീരീസ് ആൻഡ് പാരലൽ അറേഞ്ച്മെന്റ്. സീരീസ് അറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിന് സഫീഷ്യന്റ് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സീരീസ് അറേഞ്ച്മെന്റ് ഉപയോഗിക്കുന്നത്. പൈപ്പിൽ നിന്ന് ഡിസ്ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാരലൽ അറേഞ്ച്മെന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ടിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സീരീസ് അറേഞ്ച്മെന്റിലെ എല്ലാ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് സെയിം ആയിരിക്കും. പാരലൽ അറേഞ്ച്മെന്റിൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജ് ഓരോ ഡിസ്ചാർജിന്റെയും സം ആയിരിക്കും. ഇനി ഹെഡ് ലോസ് നോക്കുകയാണെങ്കിൽ സീരീസ് അറേഞ്ച്മെന്റിലെ ഓരോ പൈപ്പിലുള്ള ഹെഡ് ലോസുകളുടെ സം ആയിരിക്കും ടോട്ടൽ ഹെഡ് ലോസ്. പാരലൽ ആണെങ്കിൽ ഓരോ പൈപ്പിലുള്ള ഹെഡ് ലോസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരെയും മാറ്റിയിട്ട് ഒരു സിംഗിൾ പൈപ്പാക്കി മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് പൈപ്പ് ഈസ് കോൾഡ് ഇക്വാലന്റ് പൈപ്പ്. അത് അതിന്റെ കണ്ടീഷൻസും ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഇക്വാലന്റ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സീരീസ് അല്ലെങ്കിൽ പാരലൽ അറേഞ്ച്മെന്റിന്റെ സെയിം ടോട്ടൽ ഡിസ്ചാർജും സെയിം ടോട്ടൽ ഫ്രിക്ഷണൽ ഹെഡ് ലോസ് ഉള്ള ഒരു പൈപ്പിനെയാണ് എന്ന് പറയുന്നത് ഇക്വാലന്റ് പൈപ്പ് എന്ന് പറയുന്നത്. സീരീസ് അറേഞ്ച്മെന്റിൽ ഇക്വാലന്റ് പൈപ്പ് കാണാനുള്ള ഫോർമുലയാണ് ഡിപ്യൂട്ട്സ് റിലേഷൻ. ഡിപ്യൂട്ട്സ് റിലേഷൻ പറയുന്നത് ലെങ്ത് ഓഫ് ഇക്വാലന്റ് പൈപ്പ് ഡിവൈഡ് ബൈ ഡി ഓഫ് ഇക്വാലന്റ് പൈപ്പ് ടു ദ പവർ 5 is equal to L1 by D1 to the power 5 plus L2 by D2 to the power 5 plus L3 by D3 to the power 5 plus etc. ആ സീരീസ് അറേഞ്ച്മെന്റിലുള്ള ഓരോ പൈപ്പുകളുടെയും ലെങ്ത് ആണ് L1, L2, L3, സൈസ് ആണ് D1, D2, D3. അങ്ങനെയാണെങ്കിൽ ഇക്വാലന്റ് പൈപ്പിന്റെ കാണാനുള്ള ഇക്വേഷൻ ആണ്. ദിസ് റിലേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അതിൽ ഡി ഇക്വാലന്റ് സൈസ് ഓഫ് ഇക്വാലന്റ് പൈപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതാണ് കണ്ടത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി റെയ്നോൾഡ്സ് നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ബൗണ്ടറി ലെയർ ഡ്രാഗ് ആൻഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. പൈപ്പ് ഫ്ലോയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു.
ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റെയ്നോൾഡ്സ് നമ്പർ ആണ്, എസ്പെഷ്യലി ഫോർ എ ബൗണ്ടറി ലെയർ. ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോക്ക് ഒരു ഫ്ലാറ്റ് സർഫസിന്റെ മുകളിൽ കൂടെയുള്ള ബൗണ്ടറി ലെയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് സർഫസിന് മുകളിൽ കൂടെ ഒരു ഫ്ലോ പാസ് ചെയ്യുമ്പോൾ നോ സ്ലിപ്പ് കണ്ടീഷനും ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജൻ ഡെവലപ്പ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ബൗണ്ടറി ലെയർ റീജൻ. അതിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആദ്യമായിട്ട് ആ ഫ്ലോ ഡെവലപ്പ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഫ്ലോ അല്ല, ബൗണ്ടറി ലെയർ ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് ലീഡിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ലീഡിംഗ് എഡ്ജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ആയിട്ടുള്ള ഒരു പോയിന്റിലെ റെയ്നോൾഡ്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് റോ യു ഇൻഫിനിറ്റി ഇൻറ്റു എക്സ് ബൈ മ്യൂ. യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇതിൽ അപ്രോച്ച് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ആണ്, വിച്ച് ഇസ് കോൾഡ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ആ ഒരു റെയ്നോൾഡ്സ് നമ്പർ ലോക്കൽ റെയ്നോൾഡ്സ് നമ്പർ എന്നാണ് പറയുന്നത്. കാരണം ഇത് വേരീസ് ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. ഫോർ എക്സാമ്പിൾ ലീഡിംഗ് എഡ്ജിൽ അത് 0 ആയിരിക്കും, മാക്സിമം മറ്റ് ഔട്ടർ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബൗണ്ടറി ലെയറിനെ നമുക്ക് ഡിഫറെന്റ് റീജൻസ് ആക്കി മാറ്റാം. If the value is less than 5 into 10 raised to 5, it is considered as a laminar boundary layer. Greater than 5 into 10 raised to 5, it is considered as a turbulent boundary layer. Okay. അപ്പൊ ഇതാണ് ഡിഫറെന്റ് റീജൻസ്. ഇത് ഇൻ ബിറ്റ്വീൻ ചെറിയൊരു ട്രാൻസിഷൻ റീജൻ ആയിരിക്കും, പക്ഷെ സാധാരണ നമ്മളെ നെഗ്ലക്ട് ആണ് ചെയ്യുക. ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ടർബുലന്റ് ബൗണ്ടറി ലെയറിന്റെ ഉള്ളിലും വളരെ ചെറിയ ഒരു റീജനിൽ ലാമിനാർ ബിഹേവിയർ കാണിക്കും, ദാറ്റ് ഈസ് കോൾഡ് ലാമിനാർ സബ് ലെയർ. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓരോ ലെയറിലെന്ന് അറിഞ്ഞിരിക്കണം. ലാമിനാർ റീജനിൽ ഇതൊരു പരാബോളിക് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ടർബുലന്റിലെ ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, സഡൻ ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ ഈ ലാമിനാർ സബ് ലെയറിലും ഒരു പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, പക്ഷെ അതിന്റെ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് ഇത് അപ്രോക്സിമേറ്റ്ലി ലീനിയർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. സോ ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ വേരിയേഷൻ അറിഞ്ഞിരിക്കുക ഓരോ റീജണിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി ബൗണ്ടറി ലെയർ ആയിട്ട് ബന്ധപ്പെട്ട 3 ഇമ്പോർട്ടന്റ് തിക്നെസ്സുകളാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ റിഡക്ഷൻ ഇൻ മാസ് ഫ്ലോ റേറ്റ്. ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന കാരണം ആ ബൗണ്ടറി ലെയറിന്റെ ഉള്ളിലെ ഇഫക്റ്റീവ് മാസ് ഫ്ലോ റേറ്റ് കുറയും. ആ മാസ് ഫ്ലോ റേറ്റ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇമാജിനറി ആയിട്ട് എത്ര ബൗണ്ടറി ലെയർ ഞാൻ ഷിഫ്റ്റ് ചെയ്യണം, ദാറ്റ് തിക്നെസ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. മൊമെന്റത്തിൽ റിഡക്ഷന് ഓവർകം ചെയ്യാനായിട്ട് എത്ര ഡിസ്പ്ലേസ് ചെയ്യണം, ദാറ്റ് ഈസ് മൊമെന്റം തിക്നെസ്. എനർജിയിലെ റിഡക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് എത്ര ഡിസ്പ്ലേസ് ചെയ്യണം, ദാറ്റ് ഈസ് എനർജി തിക്നെസ്. ഈ ഫോർമുലകളാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ലീനിയർ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതാണ് നെക്സ്റ്റ്. ലീനിയർ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ ഇക്വേഷൻ. അതായത് വെലോസിറ്റി വാരീസ് ലീനിയർലി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഫ്രം ദ പ്ലേറ്റ്. ആ പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ സർഫസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ട് വെലോസിറ്റി വാരി ചെയ്യാം. ഓക്കെ, ഇതാണ് പ്ലേറ്റ്, ഇതാണ് നിങ്ങളുടെ ബൗണ്ടറി ലെയർ. ഒരു സർട്ടൻ ഡിസ്റ്റൻസ് എത്തുമ്പോൾ വെലോസിറ്റി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫ്രീ സ്ട്രീം വെലോസിറ്റി. ദാറ്റ് തിക്നെസ് ഈസ് കോൾഡ് ബൗണ്ടറി ലെയർ തിക്നെസ്. അപ്പൊ ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു ബൈ യു ഇൻഫിനിറ്റി ഈക്വൽ ടു y ബൈ ഡെൽറ്റ. ഇത് നമ്മൾ ഈറ്റ എന്നുള്ള ഒരു റേഷ്യോ ടേം ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഈ ടേം ഒരു ഡയമെൻഷൻലെസ് ടേം ആണ്, അതാണ് ഇമ്പോർട്ടൻസ്. ഡയമെൻഷൻലെസ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നിനും ഡയമെൻഷൻ ഇല്ല. ഇതാണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഫോം. ഇതിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ആ യു ബൈ യു ഇൻഫിനിറ്റിക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് നിങ്ങൾക്ക് ഹാഫ് ഓഫ് ബൗണ്ടറി ലെയർ തിക്നെസ് കിട്ടും, മൊമെന്റം തിക്നെസ് 1/6 ഓഫ് ബൗണ്ടറി ലെയർ തിക്നെസ് കിട്ടും, എനർജി തിക്നെസ് ഈസ് 1/4 ഓഫ് ബൗണ്ടറി ലെയർ തിക്നെസ് കിട്ടും. Therefore, largest thickness is always the boundary layer thickness. അതിനുശേഷം വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആണ്, പിന്നെ എനർജി തിക്നെസ് ആണ്, പിന്നെയാണ് മൊമെന്റം തിക്നെസ് വരുന്നത്. ആ ഓർഡറും ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ ലീനിയർ ഇതിന് ഈ ഒരു വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ബ്ലാസിയസ് എക്സ്പെരിമെന്റൽ റിസൾട്ട് പറയുന്നത് ഈ ലീഡിംഗ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണ് ഈ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് വാരി ചെയ്യുന്നത് ഇൻ ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ. അതാണ് ഇമ്പോർട്ടന്റ് റിലേഷൻ. ഡെൽറ്റ ബൈ എക്സ് ഈക്വൽ ടു 5/√REX. അത് ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു √x. അതായത് നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഇതൊരു പരാബോളിക് കർവ് ആണെന്നാണ് ഈ ഇക്വേഷൻ കാണിച്ചു തരുന്നത്. എക്സിന്റെ വേരിയേഷൻ അനുസരിച്ച് ഡെൽറ്റ √x പ്രൊപ്പോർഷൻ ആയിട്ടാണ് വാരി ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ സ്ക്വയർ പ്രൊപ്പോർഷൻ ടു എക്സ് എഴുതും. ഇതൊരു പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ. ടർബുലന്റ് ഫ്ലോയിലേക്ക് വരുമ്പോൾ ഡെൽറ്റ ബൈ എക്സ് 0.376 ടു ദ പവർ 1/5. സോ ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷൻ x⁴/5 ആണ് വരുന്നത്. ഇത് രണ്ടും അറിഞ്ഞിരിക്കണേ. അപ്പൊ അതിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു റിലേഷൻ ആണ് Δ1 ബൈ Δ2 is equal to square root of x1 by x2. Δ1 by Δ2 ടർബുലന്റ് ഫ്ലോയിലാണെങ്കിൽ x1 by x2 ടു ദ പവർ 4/5 ആണ് വരും. ഓക്കെ, ഇതാണ് ഇത്.
ഇനി നമുക്ക് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്ന ഫിനോമിനന്റെ കണ്ടീഷൻ ആണ് അറിയുന്നത്. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവ്ഡ് സർഫസിന്റെ മേലെ കൂടെ ഒരു ഫ്ലോ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഈ റീജൻ എന്ന് പറയുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റീജൻ ആണ്. അപ്പൊ അവിടെ ബൗണ്ടറി ലെയർ ഈ ഫ്ലോയിൽ നിന്ന് സെപ്പറേറ്റ്, ഈ സർഫസിൽ നിന്ന് സെപ്പറേറ്റ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ടർബുലൻസ് ജനറേറ്റ് ചെയ്യും, എനർജി ലോസ് ഉണ്ടാവും, വൈബ്രേഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ഫേവറബിൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ ഗ്രേഡിയന്റ് ആണ്. അതായത് എലോങ് ദ ഫ്ലോ ഡിക്രീസ് ചെയ്യുന്നതിനാണ് ഫേവറബിൾ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡോ പി ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡി പി ബൈ ഡി എക്സ് ഈസ് ലെസ് ദാൻ 0. അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ്, ഇങ്ങോട്ട് പോകും തോറും പ്രഷർ കൂടി വരും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള തള്ളു, ഓപ്പോസിംഗ് ഉള്ള ഫോഴ്സ് കൂടി വരും. അതാണ് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയന്റ്. ദാറ്റ് ഈസ് പോസിറ്റീവ് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയും. ഓക്കെ, ഇനി സെപ്പറേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർഫസിലെ വാൾ ഷിയർ സ്ട്രെസ് 0 ആകുന്ന ലൊക്കേഷനിലാണ് ഈ സെപ്പറേഷൻ സംഭവിക്കുന്നത്. ഇനി ഷിയർ സ്ട്രെസിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ. ഇതിലെ വാൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടേം 0ക്ക് ഇക്വേറ്റ് ചെയ്യും. ഡി യു ബൈ വെലോസിറ്റി ഗ്രേഡിയന്റ് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഷിയർ സ്ട്രെസ് ആണ് വാൾ ഷിയർ സ്ട്രെസ്. അപ്പൊ ഈ ടേം 0 ആയി കഴിഞ്ഞാൽ അതിനർത്ഥം വാൾ ഷിയർ സ്ട്രെസ് 0 ആയെന്നല്ലേ. ഇവിടെയാണ് സെപ്പറേഷൻ സംഭവിക്കുക. അപ്പൊ ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. ഡി യു ബൈ ഡി വൈ ഈക്വൽ അറ്റ് വൈ ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 0. അതാണെന്ത് ഫ്ലോ സെപ്പറേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, ഇനി ആഫ്റ്റർ സെപ്പറേഷൻ റിവേഴ്സൽ ഓഫ് ഫ്ലോ സംഭവിക്കും. അതാണ് ടോ ഡബ്ല്യു ലെസ് ദാൻ 0 ആയിട്ട് വരുന്ന കണ്ടീഷൻ. ഓക്കെ, ഇനി ഡ്രാഗ് ആൻഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റോക്സ് ലോയും ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന 2 കണ്ടീഷനാണ്. തിയറി പോർഷൻ ആയിട്ട് ഞാനതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. തിയറി പോർഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സ്ട്രീം ലൈൻഡ് ബോഡി, ബ്ലഫ് ബോഡി എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ഓൾറെഡി തുടക്കത്തിൽ പഠിക്കുന്നതായിരിക്കും. വാട്ട് ഈസ് ഡ്രാഗ് ഫോഴ്സ്, വാട്ട് ഈസ് ലിഫ്റ്റ് ഫോഴ്സ് എന്നൊക്കെ ഉള്ളത്. ഇതിൽ സ്റ്റോക്സിലാണ് നമ്മൾ പറയുന്നത്. സ്റ്റോക്സിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കണ്ടീഷനിൽ മാത്രം അത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോഡീസിന് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോക്സിലോ പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 ആയിരിക്കുന്ന സിറ്റുവേഷൻ അതിനെ സ്റ്റോക്സ് ഫ്ലോ അല്ലെങ്കിൽ ക്രീപ്പ് ഫ്ലോ എന്നൊക്കെ പറയും. ഒരു സ്ഫെറിക്കൽ പാർട്ടിക്കിൾ ഒരു ഫ്ലൂയിഡിൽ കൂടെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അതിന് ഓഫർ ചെയ്യുന്ന ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾസ്, ഫ്ലോ പാസ്റ്റ് ഡസ്റ്റ്, അതൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതൊക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിലെ ഒരു കണ്ടീഷനിൽ ഫോർ വെരി സ്മോൾ റെയ്നോൾഡ്സ് നമ്പർ ദ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ഓൺ എ സ്ഫെറിക്കൽ പാർട്ടിക്കിൾ, ആ വാല്യൂ 3 pi mu vd. v is the velocity, d is the diameter, mu is the viscosity. സ്റ്റോക്സ് ലോയിലെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് എന്താണ്? ദ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രഷർ ആൻഡ് വിസ്കസ് ഡ്രാഗ്. അതായത് ഈ ടോട്ടൽ ഡ്രാഗില് കുറച്ച് ഭാഗം പ്രഷർ ഫോഴ്സ് കാരണമാണ്, കുറച്ച് ഭാഗം വിസ്കസ് ആക്ഷൻ അല്ലെങ്കിൽ വിസ്കോസിറ്റി കാരണമാണ്. ഇവരുടെ കോൺട്രിബ്യൂഷൻ 1:2 ആണ്. അതായത് മേജർ പോർഷൻ ഈസ് ഡ്യൂ ടു ഷിയർ ഡ്രാഗ്. വിസ്കസ് ഡ്രാഗ് കാരണമാണ് കൂടുതലും എഫക്ട് വരുന്നത്. പ്രഷർ ഡ്രാഗിന്റെ കോൺട്രിബ്യൂഷൻ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്. കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് എത്രയാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ബൈ റെയ്നോൾഡ്സ് നമ്പർ ആയിരിക്കും. ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമാണ് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് കാണാനുള്ള ഫോർമുലയാണ് 24 ഡിവൈഡഡ് ബൈ റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, പക്ഷെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഈ സ്റ്റോക്സിലൂടെ ഒരു ക്രെഡിബിലിറ്റി, അതിന്റെ ആക്യുറസി ഒരു ലെസ് ദാൻ 0.2 റെയ്നോൾഡ്സ് നമ്പർ, അത്രയും ചെറിയ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. അതിനും കൂടുതലൊക്കെ ഇപ്പൊ മറ്റ് കറക്റ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ വേറെ വരുന്നുണ്ട്. പക്ഷെ സ്റ്റോക്സിൽ ഇപ്പോഴും പക്ഷെ എക്സാമിന് ചോദിക്കാറുണ്ട്, അതൊന്നും അറിഞ്ഞിരിക്കും. ഇനി നമുക്ക് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നോക്കാം. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ എപ്പോഴാണോ അതിന്റെ നെറ്റ് ഫോഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് എപ്പോഴാണോ അതിന്റെ നെറ്റ് ഫോഴ്സ് 0 ആകുന്നത്, അവിടുന്ന് അങ്ങോട്ട് ആ ബോഡിയുടെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ മൂവ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ദാറ്റ് വെലോസിറ്റി ഇസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. ഒരു ഫ്ലൂയിഡിൽ കൂടെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന പ്രധാനമായിട്ട് 3 ഫോഴ്സുകളാണ്. ഒന്ന് അതിന്റെ ഗ്രാവിറ്റി ഫോഴ്സ്, പിന്നൊന്ന് ബോയൻ ഫോഴ്സ്, പിന്നൊന്ന് ഡ്രാഗ് ഫോഴ്സ്. ഇതിൽ ഡ്രാഗും ബോയന്റും മുകളിലേക്കാണ്. താഴേക്ക് വരുന്ന ബോഡി ആണെങ്കിൽ ഇത് മുകളിലേക്കായിരിക്കും, ഇപ്പോൾ വെയിറ്റ് താഴേക്കായിരിക്കും. അപ്പൊ എപ്പോഴാണോ ഇവര് 3 പേരും പരസ്പരം ബാലൻസ് ആകുന്നത്, ടോട്ടൽ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആകുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി കണ്ടീഷൻ. ആ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വെലോസിറ്റി എത്രയാണോ, ദാറ്റ് വെലോസിറ്റി ഇസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. അതിൽ ഡ്രാഗ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ് CD ഇൻറ്റു ഹാഫ് റോ എ വി സ്ക്വയർ. CD ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്. എ എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ പാർട്ടിക്കിൾ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു പ്രൊജക്റ്റഡ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു സർക്കിൾ. അതാണ് പ്രൊജക്റ്റഡ് ഏരിയ ആണ് എ എന്ന് പറയുന്നത്. വി ഇസ് ദ വെലോസിറ്റി. ഇപ്പൊ വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രപ്പോർഷൻ ആയിട്ട് അവിടെ ഡ്രാഗ് ഫോഴ്സ് വേരി ചെയ്യുന്നുണ്ട്.
ഇത് ഈ ഡ്രാഗ് ഫോഴ്സിന്റെ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്ന ആ വെലോസിറ്റി ആണ് ഇതിന്റെ ടെർമിനൽ വെലോസിറ്റി ആയിട്ട് കിട്ടും. ഇനി സ്റ്റോക്സിലോ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷനിൽ സ്റ്റോക്ക് ഓൾറെഡി ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്, 3πμvd, കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു വെലോസിറ്റി കണ്ടുപിടിക്കാം. അതാണ് ഈ ഇക്വേഷൻ, g_d² into ρs minus ρf divided by 18μ. d എന്ന് പറയുന്നത് ഡയമീറ്റർ, ρs എന്ന് പറയുന്നത് ആ സോളിഡ് ബോഡിയുടെ ഡെൻസിറ്റി, ρf എന്ന് പറയുന്നത് അത് ഏത് ഫ്ലൂയിഡിൽ കൂടിയാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഡെൻസിറ്റി, μ എന്ന് പറയുന്നത് വിസ്കോസിറ്റി. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം, സ്റ്റോക്സ് ലോ വാലിഡ് ആണെങ്കിൽ ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു d². d² പ്രപ്പോർഷണൽ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇരട്ടി ഡയമീറ്റർ ഉള്ള ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അത് 4 ടൈംസ് വെലോസിറ്റിയിലെ അതിന്റെ ഇക്വിലിബ്രിയം അതിന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയാണ് ആ സ്റ്റോക്സ് ലോ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പൺ ചാനൽ ഫ്ലോയും ഹൈഡ്രോളിക് മെഷീൻസും ആണ്. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. സിവിലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പൺ ചാനൽ ഫ്ലോ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു പൈപ്പ് ഫ്ലോയും ഓപ്പൺ ചാനൽ ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം? പൈപ്പ് ഫ്ലോയില് പ്രഷർ ആണ് മെയിൻ ആയിട്ട് ഫ്ലോ ഗവേൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ ചാനൽ ഫ്ലോയില് ഗ്രാവിറ്റി ആണ് മെയിൻ ആയിട്ട് ഫ്ലോ ഗവേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി ഫ്ലോ എന്ന് പറയാറുണ്ട്. മാത്രമല്ല വൺ ഓഫ് ദ സർഫസ് ഈസ് എക്സ്പോസ്ഡ് ഇൻ അറ്റ്മോസ്ഫിയർ, അതുകൊണ്ട് അതിനെ ഫ്രീ സർഫസ് ഫ്ലോ, അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന സർഫസിനാണ് ഫ്രീ സർഫസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഫ്രീ സർഫസ് ഫ്ലോ എന്നും പറയാറുണ്ട്. അപ്പൊ അതിൽ ആദ്യമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെയ്നോൾഡ്സ് നമ്പർ ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഏത് റെയ്നോൾഡ്സ് നമ്പർ ആണെങ്കിലും റോ ഡെൻസിറ്റി ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഇൻറ്റു d/μ എന്നാണ് നമ്മൾ പൈപ്പ് ഫ്ലോയിൽ പറഞ്ഞത്. അവിടെ ഒരു ലെങ്ത് ആയിട്ട് വരുന്നത് ഡയമീറ്റർ ആണെങ്കിൽ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആയിട്ട് വരുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ആണ്. ആൻഡ് μ ഇസ് ദ ഡൈനാമിക് വിസ്കോസിറ്റി. ഇതിനെ നമുക്ക് v/r/ν കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ടേംസിൽ എഴുതാനായിട്ട് പറ്റും. ഇനി ഈ ഹൈഡ്രോളിക് റേഡിയസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഇതിന്റെ ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാമിനാർ ടർബുലന്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം? ഇഫ് ദ ഫ്ലോ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 500 ഇറ്റ് ഈസ് കൺസിഡർഡ് ലാമിനാർ, ബിറ്റ്വീൻ 500 and 2000 ഇറ്റ് ഈസ് ട്രാൻസിഷൻ, ഗ്രേറ്റർ ദാൻ 2000 ഇറ്റ് ഈസ് ടർബുലന്റ്. ലാമിനാർ ഫ്ലോയിലാണെങ്കിലോ പൈപ്പ് ഫ്ലോ ആണെങ്കിൽ 2000 4000 ആയിരുന്നു രണ്ട് ലിമിറ്റുകൾ. ഇവിടെ 500 2000 ആണ് ലിമിറ്റുകൾ. ഇതിൽ ഈ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയിൽ റെയ്നോൾഡ്സ് നമ്പർ പോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മറ്റൊരു നമ്പറാണ് ഫ്രൂട്ട്സ് നമ്പർ. ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ് റേഷ്യോ, ദാറ്റ് ഈസ് കോൾഡ് എ ഫ്രൂട്ട് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ എന്തായിരുന്നു? ഇനർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് റേഷ്യോ ആണ് റെയ്നോൾഡ്സ് നമ്പർ എങ്കിൽ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് inertia force to gravity force ratio ആണ് ഫ്രൂട്ട് നമ്പർ. In terms of average velocity depth, FR is equal to V/√GD. V is the average velocity. D is called the hydraulic depth. ഹൈഡ്രോളിക് റേഡിയസ് പോലെ തന്നെ വേറൊരു ജോമെട്രിക്കൽ പാരാമീറ്റർ ആണ് ഹൈഡ്രോളിക് ഡെപ്ത്. നമുക്കത് എന്താണെന്നുള്ളത് കാണാം. ഫ്രൂട്ട് നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ വെച്ച് ലാമിനാർ ടർബുലന്റ് എന്ന് ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ഫ്രൂട്ട് നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് ഫ്ലോ ക്ലാസിഫൈ ചെയ്യാം. അതാണ് Froude number. If the Froude number is less than 1, it is considered as subcritical or streaming or triangle flow. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനർഷ്യ ഫോഴ്സിനേക്കാൾ ഗ്രാവിറ്റി ഫോഴ്സിനാണ് സിഗ്നിഫിക്കൻസ് വരുന്നതെങ്കിൽ അതൊരു സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1, വിച്ച് ഈസ് കൺസിഡർഡ് ആസ് എ ക്രിട്ടിക്കൽ ഫ്ലോ. അത് ഈക്വൽ സിഗ്നിഫിക്കൻസ് ടു ഇനർഷ്യ ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, it is called a super critical flow. Inertia force dominates over gravity force. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ എന്ന് തന്നെ പറയും. ഓക്കെ, ഇതാണ് ഫ്രൂഡ് നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് ടേം ആണ് സെലിറിറ്റി. സെലിറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂഡ് നമ്പറിന്റെ ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു ടേം ആണ് സെലിറിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്രൂഡ് നമ്പർ ഈസ് എ ഡയമെൻഷൻലെസ് നമ്പർ. അതുകൊണ്ട് തന്നെ മുകളിലും താഴെയുള്ള ഡയമെൻഷൻസ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. സോ ദിസ് റെപ്രസെന്റ് സർട്ടൻ ഫോം ഓഫ് വെലോസിറ്റി വിച്ച് ഈസ് കോൾഡ് സെലിറിറ്റി. സെലിറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജ് ഫ്രണ്ട് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിൽ വാട്ടറിൽ ഒരു ചെറിയൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വേവ് ജനറേറ്റ് ചെയ്യും, ഡിസ്റ്റർബൻസ് വേവ്. ആ ഡിസ്റ്റർബൻസ് വേവ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനാണ് സെലിറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൂഡ് നമ്പർ ലെസ് ദാൻ 1 ആയിട്ടുള്ള സബ് ക്രിട്ടിക്കൽ ഫ്ലോയില് ഈ സെലിറിറ്റി എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ എന്നാണ് ഈ പറഞ്ഞ ഫ്ലോ വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണ് സെലിറിറ്റി. ആ കേസിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് സെലിറിറ്റി മൈനസ് ആവറേജ് വെലോസിറ്റി ആയിരിക്കും. ആൻഡ് ദ വേവ് അപ്പിയേഴ്സ് ടു ട്രാവൽ അപ്സ്ട്രീം ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. നേരെ മറിച്ച് ഫ്രൂഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയില്
ഫ്ലോ ആവറേജ് വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ സെലിറിറ്റി, ആ കേസിലെ റിലേറ്റീവ് വെലോസിറ്റി ഈസ് ഹയർ വെലോസിറ്റി മൈനസ് ലോവർ വെലോസിറ്റി ബി മൈനസ് സീറോ ആൻഡ് ദ വേവ് അപ്പിയേഴ്സ് ടു ട്രാവൽ ഡൗൺ സ്ട്രീം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സബ് ക്രിട്ടിക്കൽ ഫ്ലോയില് ആ ഡിസ്റ്റർബൻസ് വേവ് ഫ്ലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഇറ്റ് അപ്പിയേഴ്സ് ടു ട്രാവൽ ഡൗൺ സ്ട്രീം, ഫ്ലോയുടെ അതേ ഡയറക്ഷനിൽ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ സെലിറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചില ബേസിക് പ്രോബ്ലംസ് ഒക്കെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട് ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ്. അതിൽ ആദ്യം അറിയേണ്ടത് ഹൈഡ്രോളിക് റേഡിയസ് ആണ്. ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ ക്രോസ് സെക്ഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ചാനൽ ക്രോസ് സെക്ഷനിൽ നമുക്ക് അതിന്റെ ഫ്രീ സർഫസ് ലെവൽ കാണാം. ഏറ്റവും താഴെയുള്ള ഈ പോർഷനാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ഈ സൈഡിലൊക്കെ ഉള്ളത് സൈഡ് വോൾസ് ആണ്, അല്ലെ? ഇറ്റ് ഈസ് ജനറലി ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇവിടെ ഈ ഒരു പാരാമീറ്റർ, ഈ ഒരു ടേമിന് ഇതാണ് അതിന്റെ ടോപ്പ് വിഡ്ത്ത്. ഫ്രീ സർഫസിന്റെ വിഡ്ത്തിനെയാണ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വൈ. ഓക്കെ, ഇനി എത്ര ഏരിയയിലാണ് ഈ ഫ്ലോ നടക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് വെറ്റഡ് ഏരിയ ഓഫ് ദ ചാനൽ. അതായത് ഫ്ലോ ക്രോസ് സെക്ഷൻ ഏരിയ മാത്രം എടുക്കാൻ പാടുള്ളൂ, ചാനൽ ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കരുത്. ഇനി രണ്ടാമത് എത്ര ബൗണ്ടറിയിലാണ് അത് കോണ്ടാക്ട് ഇരിക്കുന്നത്? ഈ ചാനലിന്റെ ക്രോസ് സെക്ഷനിൽ എത്ര ബൗണ്ടറിയിലാണ് ഫ്ലോ കോണ്ടാക്ട് ഇരിക്കുന്നത്? ദാറ്റ് ലെങ്ത് ഈസ് കോൾഡ് വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് പെരിമീറ്ററിന്റെയും റേഷ്യോ ആണ് ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അനദർ പാരാമീറ്റർ ഈസ് ഹൈഡ്രോളിക് ഡെപ്ത്. നമ്മളെ ഫ്രൂഡ് നമ്പറിൽ കണ്ട ആ ഡി എന്ന് പറയുന്ന ടേം, ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെറ്റഡ് ഏരിയ ടു ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ. വെറ്റഡ് ഏരിയ ടു ടോപ്പ് വിഡ്ത്ത് ഈസ് കോൾഡ് ഹൈഡ്രോളിക് ഡെപ്ത്. നോ സെക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എ റൂട്ട് ഡി. എ റൂട്ട് ഡി എന്ന് വെച്ചാൽ ദിസ് എ എന്ന് പറയുന്നതാണ് വെറ്റഡ് ഏരിയ ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈഡ്രോളിക് ഡെപ്ത് ഈസ് കോൾഡ് സെക്ഷൻ ഫാക്ടർ. ക്രിട്ടിക്കൽ ഫ്ലോ കാൽക്കുലേഷനിലാണ് കൂടുതലും അതിന്റെ ആവശ്യം വരുന്നത്. നോ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ക്രോസ് സെക്ഷൻസിന്റെ എല്ലാ പാരാമീറ്റേഴ്സും ഈ ഒരു ടേബിളിൽ കൺക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് പഠിച്ചു വയ്ക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ വരച്ചു നോക്കാം. ഇതാണ് വൈ എന്ന് പറയുന്നത്, ഇതാണ് ബി എന്ന് പറയുന്നത്. അതിന് തന്നെ നമുക്ക് ടി കിട്ടി. ടി എന്നുള്ളത് ബി തന്നെയായിരിക്കും. ഇങ്ങനെ ഓരോ പാരാമീറ്റേഴ്സും നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഹൈഡ്രോളിക് റേഡിയസിന്റെയും ഹൈഡ്രോളിക് ഡെപ്തിന്റെയും ഇക്വേഷൻസ് ആണ്. അതിൽ തന്നെ റെക്ടാംഗിളും ട്രയാംഗിളും പ്രത്യേകിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റെക്ടാംഗിളിന്റെ ബേസ് വിഡ്ത്ത് തന്നെയായിരിക്കും അതിന്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് ഫ്ലോ, അപ്പൊ ഇതിന് ഹൈഡ്രോളിക് റേഡിയസ് നമുക്ക് ഈസി ആയിട്ട് കാണാം. ബി വൈ ബൈ ബി പ്ലസ് 2y. ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറയുന്നത് വൈ തന്നെയായിരിക്കും. ട്രയാംഗിളിന്റെ കേസിൽ നമുക്ക് ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കില്ല, പകരം ഒരു സ്ലോപ്പ് ആണ്, സൈഡ് സ്ലോപ്പ് ആയിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ സെഡ് ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കൽ എന്നുള്ള രീതിയിലായിരിക്കും സ്ലോപ്പ് ഡിഫൈൻ ചെയ്യുക സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഹൈഡ്രോളിക് റേഡിയസിന്റെയും ഹൈഡ്രോളിക് ഡെപ്തിന്റെയും ഇക്വേഷൻസ്. സോ ZY by 2 root 1 plus Z square, ഇതാണ് ഹൈഡ്രോളിക് റേഡിയസ്. y/2 ആണ് ഹൈഡ്രോളിക് ഡെപ്ത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സൈഡ് സ്ലോപ്പ്. ഓക്കെ, ഫോർ എനി ട്രയാംഗുലർ ക്രോസ് സെക്ഷൻ y/2 ആണ് അതിന്റെ സൈഡ് സ്ലോപ്പ്. ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നതാണ് ഈ ആംഗിൾ, ഈ വെർട്ടെക്സ് ആംഗിൾ 90 ഡിഗ്രി വരുമ്പോൾ അതൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗുലർ ചാനലായിട്ട് മാറും. ആ കേസിൽ സെഡിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, സെറ്റിന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് റേഡിയസ് ബിക്കംസ് y/2 root 2 ആയിരിക്കും. അപ്പൊ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ കേസിലെ സ്പെഷ്യൽ കേസും പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ സൈഡ് സ്ലോപ്പ് ഈസ് 1 ആൻഡ് കറസ്പോണ്ടിങ് ഹൈഡ്രോളിക് റേഡിയസ് ഈസ് y/2 root 2. ഇനി ഒരു ട്രപ്പിസോഡൽ ചാനൽ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗുലർ ചാനലിന്റെയും ഒരു ട്രയാംഗുലർ ചാനലിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് രണ്ടിന്റെയും ഇക്വേഷൻസ് അറിയാമെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇക്വേഷൻസ് കുറച്ച് ലെങ്തി ആണ്, പക്ഷെ ആ പാരാമീറ്ററുകൾ ഒന്ന് അറിഞ്ഞിരിക്കുക. രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ട്രപ്പിസോഡൽ ചാനൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാനലിലെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ചെസീസ് ഫോർമുല ആൻഡ് മാനിങ്സ് ഫോർമുല. ചെസീസ് ഫോർമുല പറയുന്നത് ആവറേജ് വെലോസിറ്റി v ഈക്വൽ ടു സി റൂട്ട് ആർ എസ്. നമ്മൾ പൈപ്പ് ഫ്ലോയിൽ പഠിച്ചു v ഈക്വൽ ടു സി റൂട്ട് എം ഐ എന്ന് പറഞ്ഞ പോലെ തന്നെ v ഈക്വൽ ടു സി റൂട്ട് ആർ എസ് ഈസ് ദ ചെസീസ് കോൺസ്റ്റന്റ് വിച്ച് ഇസ് ഗിവൺ ബൈ റൂട്ട് 2 ഗാമ ബൈ റോ കെ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. കെ ഇസ് എ ഒരു കോഎഫിഷ്യൻ, ഗാമ ഇസ് ദ വെയിറ്റ് ഡെൻസിറ്റി, റോ ഇസ് ദ ഡെൻസിറ്റി. സോ v ഈക്വൽ ടു, അപ്പൊ ഇവിടെ ആവറേജ് വെലോസിറ്റി ആണ് നമുക്ക് കിട്ടുക. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു സി റൂട്ട് ആർ എസ്. ആർ ഇസ് ദ ഹൈഡ്രോളിക് റേഡിയസ്, എസ് ഇസ് ദ ബെഡ് സ്ലോപ്പ്. ഒരു ചാനലിന്റെ ഫ്ലോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബെഡിന് ചെറിയൊരു ചെരിവ് വേണം. ദാറ്റ് ഈസ് കോൾഡ് ബെഡ് സ്ലോപ്പ്. അതാണ് എസ് എന്ന് പറയുന്ന പാരാമീറ്റർ. നൗ
ഇതിൽ നിന്ന് നമുക്ക് അതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. കാരണം ഡിസ്ചാർജിന്റെ ബേസിക് ഇക്വേഷൻ ഏരിയ ഇൻറ്റു ആവറേജ് വെലോസിറ്റി ആണ്. സോ എ സി റൂട്ട് ആർ എസ്. ഇതിൽ എസ് എന്ന് പറയുന്ന പാരാമീറ്റർ സ്ലോപ്പ് ആണ്, അതിന് യൂണിറ്റ് ഇല്ല. പകരം ബാക്കിയുള്ള എല്ലാ ടേംസിനും ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് ക്യൂ. അതുകൊണ്ട് ദിസ് ടേം, ഈ ദിസ് എ സി റൂട്ട് ആർ എന്ന് പറയുന്ന ഈ ടേമിനെ വിളിക്കുന്നവരാണ് കൺവേയൻസ് ഓഫ് ദ ചാനൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേയൻസ് ഇസ് ഈക്വൽ ടു വാട്ട്? ക്യൂ ബൈ റൂട്ട് എസ്. ഇതാണ് കൺവേയൻസിന്റെ ഇക്വേഷൻ. അപ്പോൾ യൂണിറ്റ് ബെഡ് സ്ലോപ്പ് ഉള്ള ഒരു ചാനലിന്റെ ഡിസ്ചാർജ് ക്യാരിയിങ് കപ്പാസിറ്റിനെ വിളിക്കുന്ന പേരാണ് കൺവേയൻസ്. കൺവേയൻസ് ഓഫ് ദ ചാനൽ. ഓക്കെ. ഇനി നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. രണ്ട് കണ്ടീഷനാണ് മോസ്റ്റ് എക്കണോമിക്കൽ അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യന്റ് ചാനൽ സെക്ഷൻ. ചിലപ്പോൾ അതിനെ ബെസ്റ്റ് ചാനൽ സെക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും കണ്ടീഷൻ ഒക്കെ സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിലെ ഡിസ്ചാർജ് ഫോർ എനി അക്കോർഡിംഗ് ടു എനി ഇക്വേഷൻ ഇറ്റ് ഈസ് 1/p to the power 2/3. 1/p to the power 2/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു പെരിമീറ്റർ ഓഫ് ദ ചാനൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ മിനിമം ആയിരിക്കുന്ന ഒരു ചാനലിനെ നമുക്ക് എന്ത് പറയാം? മാക്സിമം ഡിസ്ചാർജ് ക്യാരി ചെയ്യുന്ന പറയാം. അങ്ങനെ മാക്സിമം ഡിസ്ചാർജ് ക്യാരി ചെയ്യുന്നതിനാണ് മോസ്റ്റ് എഫിഷ്യന്റ് ചാനൽ എന്ന് പറയുന്നത്. ഇനി ഒരു ഗിവൺ ഡിസ്ചാർജ് കണ്ടീഷൻ, ഗിവൺ ഏരിയയ്ക്ക് മിനിമം വെറ്റഡ് പെരിമീറ്റർ തരുന്ന കണ്ടീഷനെയാണ് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ വർക്ക് വളരെ കുറവുള്ള ചാനലാണ് മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ. ഫോർ എ ഗിവൺ ഡിസ്ചാർജ്, ഫോർ എ ഗിവൺ ഏരിയ മാക്സിമം ഡിസ്ചാർജ് ക്യാരി ചെയ്യുന്ന ചാനലാണെന്ത്? ഈ പറഞ്ഞ മോസ്റ്റ് എഫിഷ്യന്റ് ചാനൽ. രണ്ടിനാണെങ്കിലും സെയിം കണ്ടീഷനാണ്, വെറ്റഡ് പെരിമീറ്റർ മസ്റ്റ് ബി മിനിമം. ഈ കണ്ടീഷൻ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് ചാനൽ സെക്ഷനും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹൈഡ്രോളിക് റേഡിയസ് കണ്ടീഷനൊക്കെ നമുക്ക് കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് എക്കണോമിക്കൽ റെക്ടാംഗുലർ ചാനലിന് ബെഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 2 times ഡെപ്ത് ആയിരിക്കണം. അതുപോലെ തന്നെ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഡെപ്ത് ആയിരിക്കും. ട്രയാങ്കുലർ ചാനലിലെ സൈഡ് സ്ലോപ്പ് 1:1 ആയിരിക്കും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു 90 ഡിഗ്രി ചാനലിനാണ് തീറ്റ 45 എന്ന് തെറ്റിക്കരുത്. തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹാഫ് ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ആംഗിൾ, ദിസ് വെർട്ടെക്സ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കുലർ ചാനലാണ് ബെസ്റ്റ് ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഹൈഡ്രോളിക് റേഡിയസ് y/2√2 ആയിരിക്കും. ഇനി ട്രപ്പിസോഡൽ ചാനൽ ആണെങ്കിൽ ഹാഫ് ഓഫ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വൺ സൈഡ് സ്ലോപ്പിംഗ്. അതായത് ട്രപ്പിസോഡൽ ചാനലിന്റെ പ്രത്യേകത, ട്രപ്പിസോഡൽ ചാനൽ മോസ്റ്റ് എക്കണോമിക്കലായിട്ട് മാറുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്രീ സർഫസ് നിൽക്കുന്നത്. ഇതാണ് ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് ലെങ്ത്. ഇൻക്ലൈൻഡ് ലെങ്ത് എന്ന് പറയുന്നത് ഇത് ഇതിന് ഈക്വൽ ആയിരിക്കും. ഈ ബെഡ് വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇതും ബെഡ് ലാംഡ തന്നെയാണ്. സോ ലാംഡ ഇസ് ഈക്വൽ ടു ബി. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times ബെഡ് വിഡ്ത്ത് ആയിരിക്കും. 2 times ലാംഡ അങ്ങനെ കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരുന്ന വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇമാജിനറി ആയിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഫോമിലേക്ക് അത് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡൽ ചാനൽ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ് ഈ കണ്ടീഷൻ വരുന്നത്. ഇനി അതിന്റെ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും? y/2 ആണ്. സർക്കുലർ ചാനലിലേക്ക് വരുമ്പോൾ സർക്കുലർ ചാനലും എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ഒരു പൈപ്പ് ഫ്ലോയും നമുക്ക് ചാനൽ കണ്ടീഷനിലേക്ക് മാറുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് ഫ്ലോ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഒരു പോർഷനിൽ മാത്രമേ ഫ്ലൂയിഡ് ഉള്ളൂ എങ്കിൽ അതൊരു ചാനൽ സെക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ആ കേസിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ വരും, മാക്സിമം വെലോസിറ്റി കണ്ടീഷനും മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷനും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ, അതായത് മാക്സിമം വെലോസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് എന്തായിരിക്കണമെന്നില്ല, മാക്സിമം ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ മാക്സിമം ഡിസ്ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി മാക്സിമം ആയിരിക്കണമെന്നില്ല. കാരണം ഡിസ്ചാർജ് മാക്സിമം ആണെങ്കിൽ, ഡിസ്ചാർജ് എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പൊ ഫോർ എ ഗിവൺ വെലോസിറ്റി ഏരിയ മാക്സിമം ആകുമ്പോഴാണ് ഡിസ്ചാർജ് മാക്സിമം ആവുക. പക്ഷെ ഏരിയ കൂടുന്നതിനനുസരിച്ച് ഈ സർഫസിലുള്ള കോണ്ടാക്ട് കൂടും, അതിനനുസരിച്ച് ഇവിടെയുള്ള ഫ്രിക്ഷണൽ ലോസ് കൂടും. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി കുറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരും. അതുകൊണ്ട് രണ്ട് ഡിഫറെന്റ് കണ്ടീഷൻസ് ആയിട്ടാണ് അത് പറയാറ്. ഒന്ന് മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ, അതിന്റെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 0.81 d ആണ്. അതിന്റെ ഹൈഡ്രോളിക് റേഡിയസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.31 d. ആൻഡ് മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷനിൽ ദിസ് ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് 0.95 d ആൻഡ് ഹൈഡ്രോളിക് റേഡിയസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.304 d ആണ് വരുന്നത്. ഓക്കെ, ഈ കണ്ടീഷൻസ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. അതിൽ റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസും ചോദിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടൈം നമ്മൾ ഓൾറെഡി മാനിങ്സ് ഫോർമുല പറയാനായിട്ട് വിട്ടുപോയി. ചെസീസ് ഫോർമുലയ്ക്ക് ശേഷം മാനിങ്സ് ഫോർമുല. മാനിങ്സ് ഫോർമുല പറയുന്നത്
average velocity is equal to 1 by n r to the power 2 by 3 s to the power 1 by 2. This is called Manning's formula. Average velocity is equal to 1 by n. N is called Manning's roughness coefficient. അത് ആ മെറ്റീരിയലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് n എന്ന് പറയുന്നത്. R is r to the power 2 by 3 s to the power 1 by 2. This is Manning's formula. അതിലെ ചെസീസ് കോൺസ്റ്റന്റ് മാനിങ്സ് ഫോർമുല തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക, അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സ്പെസിഫിക് എനർജി. സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലിലെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചാനലിന്റെ സർക്കിൾ ലെങ്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഡാറ്റത്തിൽ നിന്ന് വേറൊരു ഡാറ്റത്തിൽ നിന്ന് ബെഡ് ലെവൽ വരെയുള്ള ഹൈറ്റ് ആണ് അതിന്റെ ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് അതിന്റെ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. വെലോസിറ്റി ഹെഡും കൂടെ മുകളിലേക്ക് എടുത്തൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ടോട്ടൽ എനർജി ലൈൻ കിട്ടും. സോ ദിസ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് സെറ്റ് പ്ലസ് വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ്. ഇതില് സാധാരണഗതിയിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഡാറ്റ ബെഡ് ലെവൽ തന്നെ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ സെഡ് എന്ന് പറയുന്നത് കൊടുക്കാം. ദർഫോർ ഇവര് രണ്ടുപേരുടെയും സംഖ്യയാണ് നമ്മൾ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ദർഫോർ സ്പെസിഫിക് എനർജി ഈസ് ദ ടോട്ടൽ എനർജി അറ്റ് എ സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ചാനൽ ബെഡ് ആസ് ഡാറ്റം. ഓക്കെ, സോ വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനിൽ വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ വൈ പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g എ സ്ക്വയർ എന്ന് എഴുതാം. വിക്ക് ക്യൂ ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും എഴുതാം. അപ്പൊ ഒരു ഗിവൺ ഡിസ്ചാർജ് കണ്ടീഷന് ക്യൂ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് സ്പെസിഫിക് എനർജിയും ഡെപ്തും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ദിസ് കർവ് ഈസ് കോൾഡ് സ്പെസിഫിക് എനർജി ഡെപ്ത് ഗ്രാഫ്. ഇതാണ് ഗ്രാഫ് വരുന്നത്. ദിസ് ഇസ് ദാറ്റ് ഗ്രാഫ്. ഓക്കെ, ഈ ഗ്രാഫിൽ ഈ കർവാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഇതാണ് സ്പെസിഫിക് എനർജിയുടെ കർവ്. ബാക്കി രണ്ട് പേരുടെ സമ്മ് കാണിച്ചിരിക്കുന്നത് മാത്രം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് അറിയേണ്ടത് ആൾട്ടർനേറ്റ് ഡെപ്ത് ആണ്. ഒരു ഗിവൺ സ്പെസിഫിക് എനർജിക്ക് ഈ പോയിന്റില് ഈ കർവിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെയും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ഡെപ്തുകൾ പോസിബിൾ ആണ്. ഒരു ഗിവൺ സ്പെസിഫിക് എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സെപ്പറേറ്റ് ഡെപ്തുകൾ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ദേ ആർ കോൾഡ് ആൾട്ടർനേറ്റ് ഡെപ്ത്സ്. ഇനി ക്രിട്ടിക്കൽ സ്പെസിഫിക് എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജിലാണ് ഈ കർവ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്പെസിഫിക് എനർജി ഒരു മിനിമം വാല്യൂ അച്ചീവ് ചെയ്യുന്നത് കാണാം. ദാറ്റ് എനർജി ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സ്പെസിഫിക് എനർജി, വിച്ച് ഈസ് ദ മിനിമം സ്പെസിഫിക് എനർജി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദിസ് പർട്ടിക്കുലർ ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ചാനലിൽ ഞാൻ മിനിമം കീപ്പ് ചെയ്യേണ്ട എനർജിയാണ് ഈ ക്രിട്ടിക്കൽ സ്പെസിഫിക് എനർജി. ഈ ക്രിട്ടിക്കൽ സ്പെസിഫിക് എനർജിയേക്കാൾ താഴെ പോയി കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി ആ ക്രിട്ടിക്കൽ കണ്ടീഷന്റെ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണിത്. ക്യൂ സ്ക്വയർ ടി ബൈ എ ക്യൂബ് ജി ഇസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ ഫ്രൂഡ് നമ്പർ ഈക്വൽ ടു 1. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ പറഞ്ഞ ഫ്രൂഡ് നമ്പർ 1 ആണെന്ന്. ക്യൂ സ്ക്വയർ ടി ബൈ എ ക്യൂബ് ജി ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് മറ്റൊരു കണ്ടീഷൻ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതിലെ ക്യൂ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഡിസ്ചാർജ് എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമാണ്. ഓക്കെ, ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. ഇത് വെച്ച് പ്രോബ്ലംസ് വരെ ചോദിച്ചിട്ടുള്ളതാണ്. ക്യൂ സ്ക്വയർ ടി ബൈ എ ക്യൂബ് ജി ഈസ് ഈക്വൽ ടു 1. ദിസ് ഈസ് ദ കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ പറഞ്ഞ മൂന്ന് ഫ്ലോയും, അതായത് സൂപ്പർ ക്രിട്ടിക്കൽ, സബ് ക്രിട്ടിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ക്രിട്ടിക്കൽ ഫ്ലോയില് ഫ്രൂഡ് നമ്പർ 1, സബ് ക്രിട്ടിക്കൽ ലെസ് ദാൻ 1, സൂപ്പർ ക്രിട്ടിക്കലിൽ ഗ്രേറ്റർ ദാൻ 1. മറ്റ് പേരുകളും കൂടെ അറിഞ്ഞിരിക്കണം. ഷൂട്ടിംഗ് ഫ്ലോ, ടൊറൻഷ്യൽ ഫ്ലോ, അതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഏത് ഡെപ്തിലാണോ ഫ്ലോ ക്രിട്ടിക്കൽ ആവുന്നത് അതാണ് ക്രിട്ടിക്കൽ ഡെപ്ത് YC. ഇനി സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് വരുമ്പോൾ എനി ഡെപ്ത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് അതൊക്കെ സബ് ക്രിട്ടിക്കൽ ആയിരിക്കും. എനി ഡെപ്ത് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് സൂപ്പർ ക്രിട്ടിക്കൽ ആയിരിക്കും. അതുപോലെ തന്നെ വെലോസിറ്റി പറയുമ്പോൾ നേരെ തിരിച്ചു പറയണം. എനി ഡെപ്ത്, എനി വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി സൂപ്പർ ക്രിട്ടിക്കൽ ആയിരിക്കും. ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി സബ് ക്രിട്ടിക്കൽ ആയിരിക്കും. അപ്പൊ ചെറിയ ഡെപ്തിലെ ലാർജ് വെലോസിറ്റിയിലുള്ള ഫ്ലോ ആണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. വലിയ ഡെപ്തിലെ ചെറിയ വെലോസിറ്റിയിലുള്ള ഫ്ലോ ആണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ. ഓക്കെ, ഇനി സ്പെസിഫിക് എനർജിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലെ സ്പെസിഫിക് എനർജി മിനിമം ആവുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടോ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പെസിഫിക് എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയില് ഡെപ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്പെസിഫിക് എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് ഈ ഗ്രാഫില് ഇവിടെ ഇതാണ് സബ് ക്രിട്ടിക്കൽ റീജൺ. ഇനി ഡെപ്ത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് സബ് ക്രിട്ടിക്കൽ ആണ്, താഴെയുള്ളതൊക്കെ സൂപ്പർ ക്രിട്ടിക്കൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സബ് ക്രിട്ടിക്കൽ റീജനിൽ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് സ്പെസിഫിക് എനർജി കൂടി വരികയാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ ആണെങ്കിലോ സൂപ്പർ ക്രിട്ടിക്കൽ റീജനിലെ ഡെപ്ത് കുറയുന്നതിനനുസരിച്ചാണ് സ്പെസിഫിക് എനർജി കൂടുന്നത്. ഇതാണ് ടേബിളിൽ കമ്പാരിസണിൽ ലാസ്റ്റ് പറയാം. നെക്സ്റ്റ് ക്രിട്ടിക്കൽ സ്പെസിഫിക് എനർജി ഫോർ സർട്ടൺ സ്റ്റാൻഡേർഡ് സെക്ഷൻസ് നമുക്ക് ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻസ്. ഫോർ റെക്ടാംഗുലർ ചാനൽ സെക്ഷൻ EC equal to 3/2 YC.
ആൻഡ് ഫോർ ട്രയാങ്കുലർ ചാനൽ സെക്ഷൻ ഇറ്റ് ഈസ് 1.25 YC. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് 3/2 YC ആണ്. ഓൾറെഡി നമുക്കറിയാം സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് y+v²/2g ആണ്. ഇതെല്ലാം ക്രിട്ടിക്കൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി ഹെഡും കിട്ടുന്നുണ്ട്. അപ്പൊ 3/2 YC ഇസ് ഈക്വൽ ടു YC പ്ലസ് vc²/2g. അതിൽ നിന്ന് vc²/2g എത്ര വരും? 1/2 YC എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഹെഡ് ഈസ് 1/2 YC. അത് ഓർത്ത് വയ്ക്കാനായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ഇതിനെ ഡെസിമൽ ആക്കിയിട്ട് എഴുതാം. അപ്പൊ അതിൽ ഈ 0.5 YC ഉണ്ടല്ലോ, അതായിരിക്കും നിങ്ങളുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി ഹെഡ്. ഇവിടെ 1.25 അല്ലേ, അപ്പൊ ഈ 0.25 YC ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി ഹെഡ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അതിൽ പറയാനുള്ളത്, എങ്ങനെയാണ് ഒരു റെക്ടാങ്കുലർ ചാനലിന്റെ YC കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ Q²/G all raised to 1/3. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. Q²/G all raised to 1/3. അതിൽ Q എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വെഡ്ത്ത്. യൂണിറ്റ് വെഡ്ത്തിലുള്ള ടോട്ടൽ ഡിസ്ചാർജ് ആണ് Q എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആയിട്ട് വരിക m³/s/m ആയിരിക്കും, അല്ലെങ്കിൽ m²/s ആയിരിക്കും. ഇതിനാണ് ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹൈഡ്രോളിക് ജമ്പിലൊക്കെ ആവശ്യം വരുന്ന ഒന്നാണ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ Q²/GA + AZ ബാർ എന്ന് പറയുന്നത്. അതിന്റെ മൊമെന്റം ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ ഡെപ്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് എനർജിയുടെ ഗ്രാഫ് വരച്ച പോലെ തന്നെ ഈ പറഞ്ഞ സ്പെസിഫിക് ഫോഴ്സിനെ എം എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ദിസ് ഈസ് ഡെപ്ത്. ഇതുപോലെ തന്നെ ഒരു ഗ്രാഫ് ഇവിടെയും കിട്ടും. ഈ ഗ്രാഫിലും ഇതേപോലെ തന്നെ രണ്ട് ഡെപ്തുകൾ പോസിബിൾ ആണ്. ഇവരാണ് കോൺജുഗേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഡെപ്ത് ഹാവിംഗ് ദ സെയിം സ്പെസിഫിക് ഫോഴ്സ് ഈസ് കോൾഡ് കോൺജുഗേറ്റ് ഡെപ്ത്. ഈ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷന്റെ ആ ഒരു കൺക്ലൂഷൻ പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കുക. ഫ്ലൂയിഡ് നമ്പർ ഈസ് ഈക്വൽ ടു 1. സ്പെസിഫിക് എനർജി ഫോർ എ ഗിവൺ ഡിസ്ചാർജ് ഈസ് മിനിമം. Discharge is maximum for a given specific energy. Discharge is maximum for a given specific force, and specific force will be minimum for a given discharge. ഇനി വെലോസിറ്റി ഹെഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ 1/2 YC ആണെന്നുള്ളത് റെക്ടാങ്കുലർ ചാനലില്. ഈ കണ്ടീഷൻസ് ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഗ്രാജുവലി വാരിയഡ് ഫ്ലോയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗവേണിംഗ് ഇക്വേഷൻ, ഗ്രാജുവലി വാരിയഡ് ഫ്ലോയുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്, ഗ്രാജുവലി വാരിയഡ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഫ്ലോനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം എന്നുള്ളത്. അലോങ് ദ ഡെപ്ത് ഓഫ് ചാനൽ ഒരു പാരാമീറ്ററും ഒരു ഗിവൺ ഇൻസ്റ്റന്റിൽ മാറുന്നില്ലെങ്കിൽ അതാണ് യൂണിഫോം ഫ്ലോ. അതായത് അതിന്റെ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി മാറില്ല, അതിന്റെ ക്രോസ് സെക്ഷൻ ഫീച്ചേഴ്സ് മാറില്ല, ബെഡ് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് എന്ത്? യൂണിഫോം ഫ്ലോ. ഇനി നോൺ യൂണിഫോം ഫ്ലോയിൽ ഇതെല്ലാം വാരി ചെയ്യും, സെക്ഷൻ ടു സെക്ഷൻ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഈ വേരിയേഷൻ വളരെ ഒരു ഷോർട്ട് ലെങ്തിലാണ് നടക്കുന്നതെങ്കിൽ അതിന്റെ റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ എന്നും പറയും. ഒരു ലോങ് ലെങ്ത് എടുത്തുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗ്രാജുവലി വാരിയഡ് ഫ്ലോ എന്ന് പറയും. ഗ്രാജുവലി വാരിയഡ് ഫ്ലോയുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് dy/dx = S0 - SF/1 - FR². ഒരു ചാനലില്, ഓക്കെ, ഇതാണ് ചാനലിന്റെ ഒരു സർട്ടൻ ലെങ്തില് ഗ്രാജുവലി വാരിയഡ് ഫ്ലോ ആയിട്ട് വരുന്നത്. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇൻ യൂണിഫോം ഫ്ലോയില് ബെഡ് സ്ലോപ്പിന് പാരലായിരിക്കും ഫ്രീ സർഫസ്, അതിന് പാരലായിരിക്കും ടോട്ടൽ എനർജി ലൈൻ. ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയില് ഫ്രീ സർഫസ് തന്നെയാണ് ഈ പറഞ്ഞ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ ആയിട്ട് വരുന്നത്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈനും ഫ്രീ സർഫസും സെയിം ആയിരിക്കും. അപ്പോ യൂണിഫോം ഫ്ലോ ആണെങ്കിൽ ഇതെല്ലാം പരസ്പരം പാരലായിരിക്കും. പക്ഷെ ഗ്രാജുവലി വാരിയഡ് ഫ്ലോയിൽ ഇതെല്ലാം സെക്ഷൻ ടു സെക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ dy/dx എന്ന് പറയുന്നത് അലോങ് ദ ലെങ്ത് ഓഫ് ഫ്ലോ എങ്ങനെയാണ് ഈ ഡെപ്ത് കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ് dy/dx. റേറ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഡെപ്ത് അലോങ് ദ ലെങ്ത് ഓഫ് ചാനൽ. S0 എന്ന് പറയുന്നത് ഈ ബെഡ് സ്ലോപ്പ് ആണ്. SF എന്ന് പറയുന്നത് ഈ ടോട്ടൽ എനർജി ലൈനിന്റെ സ്ലോപ്പ് ആണ്. FR ഈസ് ദ ഫ്ലൂയിഡ് നമ്പർ. ഓക്കെ, ഇതില് ഈ ഇക്വേഷനില് ചെസിസ് ഫോർമുലയും മാനിങ്സ് ഫോർമുലയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡെപ്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. dy/dx = S0 × 1 - yn/y all raised to 10/3 1 - yc/y all raised to 3. dy/dx is S0 × 1 - yn/y all raised to 3 yc/y all raised to 3. ഇത് ചെസിസ് ഫോർമുല ബേസ് ചെയ്തുകൊണ്ടാണ്, ഇത് മാനിങ്സ് ഫോർമുല ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഇതിൽ y എന്ന് പറയുന്നത് ഏത് ഡെപ്തിലാണോ ഒരു ഫ്ലോയില്, ഒരു ചാനലില് ഈ പറഞ്ഞ യൂണിഫോം ഫ്ലോ കണ്ടീഷൻ കിട്ടുന്നത്, കറസ്പോണ്ടിങ് ഡെപ്ത് ഈസ് കോൾഡ് നോർമൽ ഡെപ്ത് എന്ന് പറയുന്നത്, അതാണ് yn. yc എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. y എന്ന് പറയുന്നത് ഇപ്പോ ഏത് ഡെപ്തിലാണ് ഞാൻ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഡെപ്ത് ഈസ് കോൾഡ് y. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് അതിന്റെ കണ്ടീഷൻസ് നിന്ന് കിട്ടും. നേരത്തെ കണ്ടുപിടിച്ച മാനിങ്സ് ഫോർമുല എന്നൊക്കെ കിട്ടുന്ന ഡെപ്ത് ആണ് yn. yc ഒരു റെക്ടാങ്കുലർ ചാനൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു, Q²/G all raised to 1/3. ഇത് വെച്ചുകൊണ്ട് നമുക്ക് dy/dx കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചാനൽ ബോട്ടം സ്ലോപ്പുകളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
അതിൽ ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴാണോ വൈനും വൈസിയും ഈക്വൽ ആകുന്നത് കറസ്പോണ്ടിങ് സ്ലോപ്പ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സ്ലോപ്പ്. ദാറ്റ് ബെഡ് സ്ലോപ്പ് ഈസ് റെപ്രസെന്റഡ് ബൈ SC. Now, if yn is greater than yc, bed slope becomes less than critical slope and corresponding bed slope is called mild slope channel. If yn less than yc, bed slope is greater than critical slope and corresponding slope is called steep slope. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ ഇമ്പോർട്ടന്റ് മൈൽഡ് സ്ലോപ്പ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചാനലിൽ ഉപയോഗിക്കുന്ന ഒരു സ്ലോപ്പും കൂടിയാണ് ഈ മൈൽഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. Now, ഹൊറിസോണ്ടൽ സ്ലോപ്പ് അതുപോലെ തന്നെ അഡ്വേഴ്സ് സ്ലോപ്പ് ഇത് രണ്ടും പ്രാക്ടിക്കലി അധികം ഉപയോഗിക്കുന്ന കേസുകളല്ല. ഹൊറിസോണ്ടൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബെഡ് സ്ലോപ്പ് 0 ആയിരിക്കുക. ഈ കേസിൽ മാത്തമാറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ y എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതാണ്. അതിനർത്ഥം അതോടെ ഒരു യൂണിഫോം ഫ്ലോ പോസിബിൾ അല്ല എന്നാണ് അതിന്റെ മീനിങ്. അതുപോലെ തന്നെ അഡ്വേഴ്സ് സ്ലോപ്പിൽ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. അതായത് ഫ്ലോ നടക്കേണ്ടത് ഡൗൺ സ്ട്രീം ആകുമ്പോൾ അതിന് ഉയർന്നിരിക്കുന്ന ഒരു സ്ലോപ്പാണ് വരുന്നത്. അതുകൊണ്ട് 0 ലെസ് ദാൻ 0 ആണ് വരുന്നത്. ആൻഡ് yn ഈസ് എൻ ഇമാജിനറി നമ്പർ ആയിട്ടാണ് മാത്തമാറ്റിക്കലി നമുക്ക് കിട്ടുന്നത്. അതിനർത്ഥം അവിടെയും എന്നല്ല ഈ യൂണിഫോം ഫ്ലോ പോസിബിൾ അല്ല. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 12 ഗ്രാജുവലി വാരിഡ് ഫ്ലോ പ്രൊഫൈൽസ് പോസിബിൾ ആണ്. പ്രൊഫൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചാനലിലെ ഫ്രീ സർഫസ് ലെവൽ വാരി ചെയ്യുന്ന ആ ഒരു കർവിനെയാണ് പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ 12 ഗ്രാജുവലി വാരിഡ് ഫ്ലോ പ്രൊഫൈൽസ് പോസിബിൾ ആണ്. അതിൽ ഒന്നാമത്തെയാണ് ഈ മൈൽഡ് സ്ലോപ്പ് ചാനലില് നമ്മൾ നോർമൽ ഡെപ്തും ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനും മാർക്ക് ചെയ്യുന്നു. അത് 3 ഡിസ്റ്റിംഗ്വിഷ് റീജൻ ആയിട്ട് ആ ഫ്ലോ റീജനെ മാറ്റുന്നു. റീജൻ 1, റീജൻ 2, റീജൻ 3. ലാർജസ്റ്റ് ഡെപ്ത് ഉള്ളതാണ് എപ്പോഴും റീജൻ 1, സ്മോളസ്റ്റ് ഡെപ്ത് ഉള്ളതാണ് എപ്പോഴും റീജൻ 3. റീജൻ 1 ഫ്ലോ പോസിബിൾ ആണ്, റീജൻ 2 ഫ്ലോ പോസിബിൾ ആണ്, റീജൻ 3 പോസിബിൾ ആണ്. സോ വെൻ y ഗ്രേറ്റർ ദാൻ yn ഗ്രേറ്റർ ദാൻ yc, ഇതാണ് റീജൻ 1 എന്ന് പറയുന്നത്. ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ ബോത്ത് ഓഫ് ദീസ് ഡെപ്ത്സ്. നൗ yn ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ y ഗ്രേറ്റർ ദാൻ yc, ഇതാണ് റീജൻ 2. yn ഗ്രേറ്റർ ദാൻ yc ഗ്രേറ്റർ ദാൻ y, ഏറ്റവും ചെറിയ ഡെപ്തിലുള്ള ഫ്ലോ ആണ് എന്ത് റീജൻ 3 ഫ്ലോ എന്ന് പറയുന്നത്. ഇതാണ് 3 പ്രൊഫൈൽസ് പോസിബിൾ. അടുത്തത് സ്റ്റീപ്പ് സ്ലോപ്പിലും ഇതുപോലെ തന്നെ 3 ഡിസ്റ്റിംഗ്വിഷ് റീജൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ ക്രിട്ടിക്കൽ ഡെപ്ത് ഗ്രേറ്റർ ദാൻ നോർമൽ ഡെപ്ത് ആണ്. സോ y ഗ്രേറ്റർ ദാൻ yc ഗ്രേറ്റർ ദാൻ yn ആണ് റീജൻ 1, yc ഗ്രേറ്റർ ദാൻ y ഗ്രേറ്റർ ദാൻ yn ആണ് റീജൻ 2, yc ഗ്രേറ്റർ ദാൻ yn ഗ്രേറ്റർ ദാൻ y ആണ് റീജൻ 3. ഓക്കെ, 3 പ്രൊഫൈൽസ് ഇവിടെയും പോസിബിൾ ആണ്. അതിനുശേഷം വരുന്ന 3 കേസുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ അറിഞ്ഞിരിക്കുക. ഹൊറിസോണ്ടൽ ബെഡ് ആണെങ്കിൽ 2 റീജൻസേ പോസിബിൾ ആവുള്ളൂ. അവിടെ നമുക്ക് നോർമൽ ഡെപ്ത് എന്ന് പറയുന്ന ലൈൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെ അഡ്വേഴ്സ് സ്ലോപ്പ് ആണെങ്കിൽ നോർമൽ ഡെപ്ത് ലൈൻ പോസിബിൾ അല്ല. അതുകൊണ്ട് 2 റീജൻസേ പോസിബിൾ ആവുള്ളൂ. ഇതിനിടയ്ക്ക് വരുന്നതാണ് ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് 2 റീജൻസേ പോസിബിൾ ആവുള്ളൂ. കാരണം ഇവിടെ നോർമൽ ഡെപ്ത് ലൈനും ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനും സെയിം ആയിരിക്കും അല്ലെ. അതുകൊണ്ട് 2 റീജൻസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ, വിച്ച് ഇസ് റീജൻ 1 ആൻഡ് 3. ഇത് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ റീജൻസിന്റെ എണ്ണം എല്ലാത്തിലും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 റീജൻസ് കാണാൻ പറ്റും. ഈ 12 റീജൻസിലും ഫ്ലോ പോസിബിൾ ആണ്. അതാണ് 12 ഗ്രാജുവലി വാരിയഡ് ഫ്ലോ പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ആദ്യം നമ്മൾ നോക്കുന്നത് മൈൽഡ് സ്ലോപ്പ് ചാനലിന്റെ പ്രൊഫൈൽ. 2 പ്രൊഫൈൽസ് നോക്കിയാൽ മതി. മൈൽഡ് സ്ലോപ്പും അതുപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്പിന്റെ നോക്കിയാൽ മതി. മെയിൻ ആയിട്ട് അതാണ് ചോദിക്കാറ്. മൈൽഡ് സ്ലോപ്പില് റീജൻ 1 ഞാൻ ഈ എഴുതിയത് ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ റീജൻ 1 കർവാണ് M1 കർവ്, റീജൻ 2 M2 കർവ്, റീജൻ 3 M3 കർവ്. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു റീജൻ 1 ഈ മൈൽഡ് സ്ലോപ്പിൽ നടക്കുന്നെങ്കിൽ ഇവിടെ ഇതിന്റെ കർവ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. ഇവിടെ എപ്പോഴും ഡിക്രീസിങ് ആയിരിക്കും, ഇവിടെയും ഇൻക്രീസിങ് ആയിരിക്കും. ഈ ഇൻക്രീസിങ് ആയിട്ട് ലെവൽ ഡെപ്ത് കൂടി വരുന്നതിനാണ് ബാക്ക് വാട്ടർ കർവ് അല്ലെങ്കിൽ റൈസിങ് കർവ് എന്ന് പറയുന്നത്. താഴേക്ക് വരുന്നതിന് ഫോളിംഗ് കർവ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ കർവ് എന്നാണ് പറയാ. സോ ഡ്രോ ഡൗൺ കർവ് അല്ലെങ്കിൽ ഫോളിംഗ് കർവ് ആണ് റീജൻ 2. ഇവിടെ റീജൻ 3 ഡെപ്ത് ഓഫ് ഫ്ലോയും ക്രിട്ടിക്കൽ ഡെപ്തും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ മതി. എപ്പോഴാണോ ഡെപ്ത് ഓഫ് ഫ്ലോ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആവുന്നത് അത് എപ്പോഴും സബ് ക്രിട്ടിക്കൽ ആയിരിക്കും. ഇവിടെയും സബ് ക്രിട്ടിക്കൽ ആണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ y, therefore it is സൂപ്പർ ക്രിട്ടിക്കൽ. നെക്സ്റ്റ് എസ് കർവ്. എസ് കർവിൽ ഈ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇതാണ് അറിയേണ്ടത്. എപ്പോഴും റീജൻ 1 ലും 3 ലും ബാക്ക് വാട്ടർ കർവ്സ് ആയിരിക്കും, റീജൻ 2 ഡ്രോ ഡൗൺ കർവ്സ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കുമ്പോൾ സബ് ക്രിട്ടിക്കൽ ആകുമ്പോൾ y ഗ്രേറ്റർ ദാൻ y ചെയ്തുകൊണ്ട് സബ് ക്രിട്ടിക്കൽ ആണ്. പക്ഷെ ബാക്കി 2 റീജൻസും സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ആ ഗ്രാജുവലി വാരിഡ് ഫ്ലോയില് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ആ കർവ്സിനെ പറ്റി ഓരോ കർവിന്റെയും എക്സാമ്പിൾസ് നോക്കി വെക്കുക. പ്രത്യേകിച്ച് M കർവിന്റെയും S കർവിന്റെയും എക്സാമ്പിൾസുകൾ പ്രത്യേകം പഠിച്ചു വെക്കണം. ഓക്കെ,
ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആണ് റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ. ഒരു സ്റ്റഡി റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ ആയിട്ടാണ് ഹൈഡ്രോളിക് ജമ്പ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സ്റ്റഡി റാപ്പിഡ്ലി വാരിയഡ് ഫ്ലോ. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഒരു സബ് ക്രിട്ടിക്കൽ റീജിയനിലേക്ക് ഒരു ചെറിയ ഒരു ലെങ്ത്തിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരു ഇന്റൻസ് അജിറ്റേഷൻ ഉള്ള റീജിയൻ ആണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബിഫോർ ദാറ്റ് ഹൈഡ്രോളിക് ജമ്പ് ഒരു കോൺസ്റ്റന്റ് ഡെപ്തിലുള്ള ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. ആഫ്റ്റർ ജമ്പ് ഒരു സർട്ടൺ ലെങ്ത് കഴിഞ്ഞാൽ എവിടെയും ഒരു കോൺസ്റ്റന്റ് ഡെപ്തിലുള്ള ഒരു ഫ്ലോ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ഡെപ്തുകളെ നമ്മൾ നേരത്തെ വിളിച്ച പേരാണ് കോൺജുഗേറ്റ് ഡെപ്സ്. കോൺജുഗേറ്റ് ഡെപ്സ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് സീക്വന്റ് ഡെപ്ത് എന്നുള്ളൊരു പേരിലും പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹൈഡ്രോളിക് ഡെപ്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, സൂപ്പർ ക്രിട്ടിക്കൽ ടു സബ് ക്രിട്ടിക്കലിലേക്ക് മാറുമ്പോൾ മാത്രമേ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുള്ളൂ. ഇനി പ്രധാനമായിട്ട് നമുക്ക് 3 ഫോർമുലകളാണ്, 3 അല്ല ആക്ച്വലി 2 എണ്ണമാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം അറിഞ്ഞിരിക്കുക, ഫ്ലൂയിഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1-ൽ നിന്ന് ലെസ് ദാൻ 1-ലേക്ക് പോകുമ്പോഴാണ് ഈ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നത്, അല്ലെ? ഇനി നമുക്ക് അറിയേണ്ടത് റേഷ്യോ ഓഫ് ദി സീക്വന്റ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് ഡെപ്സ് കാണാനുള്ള ഫോർമുലയാണ്. അതില് y2 മൈനസ് y2 ബൈ y1 ഇസ് ഈക്വൽ ടു 0.5 മൈനസ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 8 FR1 സ്ക്വയർ. ഇനി നിങ്ങൾക്ക് തിരിച്ചാണ് വേണ്ടതെങ്കിൽ y1 ബൈ y2 ആണെങ്കിൽ 0.5 മൈനസ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 8 FR2 സ്ക്വയർ. ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്ന ഏതാണോ അല്ലെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന ആളുടെ ഫ്ലൂയിഡ് നമ്പർ കൊടുക്കണം എന്ന് ആലോചിച്ചാൽ മതി. മറ്റൊരു രീതിയിൽ y1 ഈസ് ലെസ് ദാൻ y2 അല്ലെങ്കിൽ y2 ഈസ് ഗ്രേറ്റർ ദാൻ y1. അതുകൊണ്ട് y2 ബൈ y1 ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ y2 ബൈ y1ന്റെ ഫോർമുലയിലെ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഫ്ലൂയിഡ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തിരിച്ചാണ് y1 ബൈ y2 ആണെങ്കിൽ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഫ്ലൂയിഡ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 2 ഫോർമുലകൾ. ഇനി അടുത്തൊരു ഫോർമുല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എനർജി ലോസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഇന്റൻസ് അജിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഹൈഡ്രോളിക് ജമ്പ്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് എനർജി ലോസ് ഡ്യൂ ടു ടർബുലൻസ് ഇവിടെ ജനറേറ്റ് ചെയ്യും. ഗ്രാജുവലി വാരിയഡ് ഫ്ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ ഗ്രാജുവലി വാരിയഡ് ഫ്ലോയിലെ മെയിൻ ആയിട്ട് ഒരു എനർജി ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ലോസ് ആണ്. കാരണം അവിടെ ഒരു ലോങ് ലെങ്ത് എടുത്തുകൊണ്ടാണ് ആ ഫ്ലോ നടക്കുന്നത്. ഇവിടെ വളരെ ഷോർട്ട് ലെങ്തിലായതുകൊണ്ട് ഫ്രിക്ഷണൽ ലോസിനേക്കാൾ സിഗ്നിഫിക്കൻസ് ടർബുലന്റിലാണ്. ആ ടർബുലന്റ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് y2 മൈനസ് y1 ഓൾ ക്യൂബ് ബൈ 4y1 y2. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇതിന്റെ പ്രോബ്ലംസ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഹൈഡ്രോളിക് ജമ്പിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 1 to 1.7 ആണ് അൺഡ്യൂലാർ ജമ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി. അധികം അജിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. 1.7 to 2.5 റേഞ്ചിലാണ് വരുന്നതെങ്കിൽ വീക്ക് ജമ്പ്. 2.5 to 4.5 ആണെങ്കിൽ ഓസിലേറ്റിംഗ് ജമ്പ്. 4.5 to 9 ആണെങ്കിൽ സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റേബിൾ ജമ്പ്. ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രോങ് ജമ്പ്. ഓക്കെ, ഇതിൽ സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റേബിൾ ജമ്പാണ് നമ്മൾ എപ്പോഴും ഒരു ഡിസൈൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ എന്താണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജമ്പിന് ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ പ്രോപ്പർ ആയിട്ട് ഒരു മിക്സിംഗ് നടക്കാനായിട്ട്, കെമിക്കൽസ് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഡാമിന്റെ സ്പിൽവേയുടെ അവിടുന്ന് ഒരു ഹൈഡ്രോളിക് ജമ്പ് നമ്മൾ ഫോം ചെയ്യാറുണ്ട്. ആ ഡാമിന്റെ സ്പിൽവേ എന്ന് വരുന്ന വാട്ടറിന് ഒരു ഹൈ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. അത് നേരെ നമ്മൾ ഈ ബെഡിലേക്ക്, ചാനൽ ബെഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബെഡിനൊക്കെ ഇറോഡ് ചെയ്ത് കളയും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് കുറെ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ജമ്പിന് ശേഷം നല്ലൊരു ഡെപ്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ക്രിട്ടിക്കൽ ഫ്ലോ. ആ ഡെപ്ത് ഉള്ള വാട്ടറിനെ നമുക്കൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരു ലാർജ് ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈഡ്രോളിക് ജമ്പ് നമുക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു സ്റ്റഡി ജമ്പാണ്. ബാക്കി കേസുകളിലൊക്കെ ഒന്നുകിൽ എക്കണോമിക്കൽ അല്ലാതായിട്ട് മാറും, അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രെസസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും. ഓക്കെ, സ്റ്റഡി ജമ്പ് ഈസ് പ്രിഫേർഡ് ഫോർ സ്ട്രക്ചറൽ ഡിസൈൻ. ഓക്കെ, അപ്പോൾ OCH നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അതൊന്ന് റിവൈസ് ചെയ്ത് ഒന്നും കൂടെ പോകുക. കൂടെ പറഞ്ഞ ആ തിയറി പോയിന്റ്സുകളും ഒന്ന് നോക്കിപ്പോകും. ഇനി നമുക്ക് ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരാം. നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ്, ഈ മെഷീനറി ആൻഡ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൺ ഫോം ഓഫ് എനർജി അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജിയെ ഒരു മെക്കാനിക്കൽ എനർജി റൊട്ടേഷൻ ആയിട്ട് മാറ്റുന്ന ആളാണ് ഹൈഡ്രോളിക് ടർബൈൻസ്. ഹൈഡ്രോളിക് ടർബൈൻസിന്റെ ഒരുപാട് ടർബൈൻസ് ഉണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് പെൽട്ടൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ. ഇവർ 3 പേരാണ്. ഏത് ടർബൈൻ ആണെങ്കിലും അതിന്റെ എഫിഷ്യൻസി ഈ 4 പേരാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഈ 3 പേരാണ് ഇമ്പോർട്ടന്റ്. ഒരു ടർബൈന്റെ പവർ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് വാട്ടർ പവർ ആണ്, അല്ലെ? ഹൈഡ്രോളിക് എനർജിയാണ് കൊടുക്കുന്നത്. ഇനി അതിന്റെ ഉള്ളിൽ ഒരു കറങ്ങുന്ന ഒരു പോർഷൻ ഉണ്ട്, ദാറ്റ് ഈസ് റണ്ണർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആണ് റണ്ണർ പവർ.
അതിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് കിട്ടുന്ന ഒരു ഷാഫ്റ്റ് വഴിയുള്ള റൊട്ടേഷൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ ബ്രേക്ക് പവർ. അപ്പോ ആദ്യത്തെ എഫിഷ്യൻസി ഹൈഡ്രോളിക് എഫിഷ്യൻസി ആണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള റേഷ്യോ ആണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഈ വാട്ടർ പവർ കാണാനുള്ള ഫോർമുല ആണ് റോ ജി ക്യു എച്ച്. ഓക്കെ, അപ്പൊ റണ്ണർ പവർ ഡിവൈഡഡ് ബൈ റോ ജി ക്യു എച്ച് ആണെന്ത് ഈ ഹൈഡ്രോളിക് എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയും ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ റണ്ണർ പവർ. ഇനി അധികം ഇമ്പോർട്ടന്റ് ഇല്ലാത്ത എഫിഷ്യൻസി ആണ് വോളിയോമെട്രിക് എഫിഷ്യൻസി. ടർബൈനിലേക്ക് നമ്മൾ ആക്ച്വലി സപ്ലൈ ചെയ്യുന്ന വാട്ടർ ക്യൂ പ്ലസ് ഡി ക്യൂ ആണ്. അതിൽ ഒരു സെർട്ടൺ ക്വാണ്ടിറ്റി അതിൽ കൂടെ ഡി ക്യൂ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ലീക്ക് ആയിട്ട് പോകും. അതുകൊണ്ട് ഇഫക്റ്റീവ്ലി റണ്ണറിൽ കൂടെ പാസ് ചെയ്യുന്ന ഡിസ്ചാർജ് ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡിസ്ചാർജിന്റെ റേഷ്യോ ആണ് വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഏകദേശം 98-99% ഒക്കെയാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു എഫക്ട് ഇത് വരാറില്ല. ഈ മൂന്ന് പേരാണ് മെയിൻ ആയിട്ട് ഡെഫിനിഷൻ ഒക്കെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ടർബൈന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് തന്നെ ഈ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്ന കാറ്റഗറി ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കിലോ വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മീറ്റർ ഹെഡില് ഒരു ടർബൈൻ എത്ര സ്പീഡിൽ കറങ്ങണം എന്നുള്ളതാണ് അതിന്റെ സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല ആയിട്ട് വരുന്നത് n/√p/h⁵/4 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പി മസ്റ്റ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ കിലോ വാട്ട്. പി എന്ന് പറയുന്നത് ഷാഫ്റ്റ് പവർ ആണ്, എന്ന് പറയുന്നത് അതിന്റെ എച്ച് ഹെഡിലുള്ള സ്പീഡാണ് ഈ എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. സ്പെസിഫിക് സ്പീഡിനെ ബേസ് ചെയ്തിട്ട് ലോ സ്പെസിഫിക് സ്പീഡ് 10 to 60 ആണ്. പെൽട്ടൺ ടർബൈൻ വിത്ത് സിംഗിൾ ജെറ്റ് 10 to 35, 35 to 60 മൾട്ടിപ്പിൾ ജെറ്റ് പെൽട്ടൺ വീലാണ്. മീഡിയം സ്പെസിഫിക് സ്പീഡ് ആണെങ്കിൽ 35, 60 to 300. ഫ്രാൻസിസ് ടർബൈൻ ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. സ്പെസിഫിക് സ്പീഡ് ഹൈ സ്പെസിഫിക് സ്പീഡ് കാറ്റഗറിയാണ് 300 to 1000. കപ്ലാൻ ആൻഡ് പ്രൊപ്പല്ലർ ടർബൈൻസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതിൽ പെൽട്ടൺ ടർബൈൻ ആണ് കുറച്ചും കൂടെ ഡിസൈൻ പാരാമീറ്റർ ആയിട്ട് ഇപ്പോൾ ചോദിച്ചു കാണുന്നത്. പെൽട്ടൺ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. അതായത് കംപ്ലീറ്റ് കൈനറ്റിക് എനർജിയെ കംപ്ലീറ്റ് പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് കൊടുക്കുന്നത്. സോ ആ ഇമ്പൾസ് ടർബൈൻ നേരെ വന്ന ജെറ്റ് വന്ന് ഇടിക്കുന്ന ഭാഗമാണ് അതിന്റെ ബക്കറ്റ് എന്ന് പറയുന്ന പോർഷൻ. ഈ ബക്കറ്റിന്റെ പോർഷൻസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻസ് എന്ന് അറിഞ്ഞിരിക്കണം. ആക്സിയൽ വിഡ്ത്ത് ഓഫ് ദ ബക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് 3D to 5D ആയിരിക്കും. ആക്സിയൽ വിഡ്ത്ത് ഈ ഒരു ബി എന്ന് പറയുന്ന പാരാമീറ്റർ ആണ് 3D to 5D. റേഡിയൽ ഹൈറ്റ് ഓഫ് ദ ബക്കറ്റ് ആണ് ഈ എൽ എന്ന് പറയുന്നത് 2D to 3D. ദെൻ ഡെപ്ത് ഓഫ് ദ ബക്കറ്റ് അതിന്റെ ക്രോസ് സെക്ഷൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ ഡെപ്ത് അതാണ് 0.8D to 1.2D. അതിൽ ഡി എന്ന് പറയുന്നത് ജെറ്റ് ഡയമീറ്റർ ആണ്. ജെറ്റ് ഡയമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബക്കറ്റ്സ് ആർ സോ ഷേപ്ഡ് ദാറ്റ് ദ ജെറ്റ് ഓഫ് വാട്ടർ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ് ത്രൂ 160 ഡിഗ്രി. അപ്പൊ ഇവിടെ വന്ന് ഇടിക്കുന്ന ഈ ജെറ്റിനെ ഈ ഒരു ആംഗിളിലാണ് അത് ഡിഫ്ലക്ട് ചെയ്ത് പോവാം. ഈ ഒരു ആംഗിൾ ആണ്, ഈ റിട്ടേൺ ആംഗിൾ ആണ് 160 to 170 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരു 15 ഡിഗ്രി 10 to 20 ഡിഗ്രി ഒക്കെയാണ് വരിക. ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ആംഗിൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഈ വെയിൻ ആംഗിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ആംഗിൾ ആണ് 10 to 20 ഡിഗ്രി ആണ് വരിക. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ വരുന്ന ജെറ്റിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്ത് പോയെന്നുള്ളത് 160 to 170 ഡിഗ്രിയിലാണ് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സ്പീഡ് റേഷ്യോ. സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബക്കറ്റിന്റെ അല്ലെങ്കിൽ ഒരു വീലിന്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി ടു തിയറട്ടിക്കൽ ജെറ്റ് വെലോസിറ്റി. ദിസ് റേഷ്യോ ഇസ് കോൾഡ് സ്പീഡ് റേഷ്യോ, ജനറലി ഗിവൺ ആസ് phi, ആൻഡ് ഇറ്റ് ഈസ് u/√2. അപ്പൊ u കണ്ടുപിടിക്കാനായിട്ട് πdn/60 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഡി എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ബക്കറ്റ്, കുറെ ബക്കറ്റുകളൊക്കെ വെച്ചിട്ടുള്ള പെൽട്ടൺ ടർബൈൻ. ഇതിൽ ഈ ഒരു ബക്കറ്റിന്റെ ഏകദേശം മിഡ് പോയിന്റ് ഓപ്പോസിറ്റ് ബക്കറ്റിന്റെ ഈ ഒരു മീൻ ഡയമീറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, തിയറട്ടിക്കൽ ജെറ്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ ടർബൈനിലേക്ക് കൊടുക്കുന്ന ഹെഡ് എച്ച് ആണെങ്കിൽ √2gh u/√2gh ആണ് അതിന്റെ ഫൈ എന്ന് പറയുന്നത്. ഈ ഫൈയുടെ വാല്യൂ ഏകദേശം 0.43 to 0.47 ആണ് കീപ്പ് ചെയ്യുക. തിയറട്ടിക്കലി പ്രത്യേകം ശ്രദ്ധിക്കുക, തിയറട്ടിക്കലി ഫോർ മാക്സിമം എഫിഷ്യൻസി ഓഫ് ദ പെൽട്ടൺ ടർബൈൻ ഈ ഫൈയുടെ വാല്യൂ 0.5 ആയിരിക്കണം തിയറട്ടിക്കലി. ഓക്കെ, പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോൾ ചെറിയ ലോസുകളൊക്കെ കാരണം 0.43 to 0.47 ഇത് കീപ്പ് ചെയ്യാം. ഇനി u is given by πdn/60. നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആക്ച്വൽ വെലോസിറ്റി ടു തിയറട്ടിക്കൽ ജെറ്റ് വെലോസിറ്റി v/√2gh. ഇതിന്റെ വാല്യൂ ഏകദേശം 0.97 to 0.99 ആണ് കീപ്പ് ചെയ്യാറ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ അറിഞ്ഞിരിക്കണം, 0.98 ആണ് കീപ്പ് ചെയ്യുന്നത്. ഇനി ജെറ്റ് റേഷ്യോ എം എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ജെറ്റ് റേഷ്യോ ഇസ് ഗിവൺ ബൈ ഡയമീറ്റർ ഓഫ് ദ വീൽ
ടു ഡയമീറ്റർ ഓഫ് ജെറ്റ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ നേരത്തെ കണ്ടു. ജെറ്റിന്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ് ജെറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് 11 to 14 ആണ് കീപ്പ് ചെയ്യാറ്. ആ റേഞ്ചിന്റെ ഉള്ളിലാണ് സാധാരണ ജെറ്റ് റേഷ്യോ കീപ്പ് ചെയ്യാറ്. ഓക്കെ, നൗ നമ്പർ ഓഫ് ബക്കറ്റ്സ്, നമ്പർ ഓഫ് ജെറ്റ്സ് കാണാനുള്ള ഫോർമുലയാണ് ടോട്ടൽ ഡിസ്ചാർജ് ഓവർ ദ റണ്ണർ ബൈ. അപ്പൊ എപ്പോഴും ഒരു പെൽട്ടൺ ടർബൈനിൽ ഒരു ജെറ്റ് മാത്രമല്ല, മൾട്ടിപ്പിൾ ജെറ്റുള്ള പെൽട്ടൺ വീൽസും പോസിബിൾ ആണ്. അതിൽ എത്ര ജെറ്റ് കൊടുക്കാമെന്നുള്ളത് ടോട്ടൽ ഡിസ്ചാർജ് പാസ് ചെയ്യുന്നത് ഡിവൈഡ് ബൈ ഒരു ജെറ്റ് എന്നുള്ള ഡിസ്ചാർജ്, ദാറ്റ് ഈസ് കോൾഡ് നമ്പർ ഓഫ് ജെറ്റ്സ്. മാക്സിമം നമ്പർ ഓഫ് ജെറ്റ്സ് 6ന്റെ ഉള്ളിലാണ് കീപ്പ് ചെയ്യാറ്. അതിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ജെറ്റുകൾ തമ്മിൽ പരസ്പരം ഇന്ററാക്ഷൻ വന്ന് അതിന്റെ എഫിഷ്യൻസി കുറയും. അതുകൊണ്ട് മാക്സിമം 6 ജെറ്റൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ഫോർമുലയാണ് ടൈഗുൺസ് ഫോർമുല. ഇത് റീസെന്റ് കഴിഞ്ഞ കൊല്ലം മറ്റേ നടന്നൊരു എക്സാമിന് മെക്കാനിക്കലിനൊക്കെ ചോദിച്ചാണ്. നമ്പർ ഓഫ് ബക്കറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ്. നമ്പർ ഓഫ് ബക്കറ്റ്സ് 15 പ്ലസ് 0.5 d/d, അതായത് ഈ എം എന്ന് പറയുന്ന ജെറ്റ് റേഷ്യോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് പ്ലസ് 15, അതാണ് നമ്പർ ഓഫ് ബക്കറ്റ്സ് വിച്ച് ഇസ് കോൾഡ് ടൈഗുൺസ് ഫോർമുല. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിന്റെ വാല്യൂ പറഞ്ഞിരുന്നു. 11 to 14 ഒക്കെയാണ് വെക്കാന്ന് പറഞ്ഞിരുന്നു ഈ എമ്മിന്റെ വാല്യൂ. അവർ 14 ഒക്കെ വരുമ്പോൾ 15 പ്ലസ് 7 22 ബക്കറ്റ്സ് ഒക്കെ വെക്കണം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടർബൈന്റെ പാരാമീറ്റേഴ്സ്, പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള മറ്റൊരു പാരാമീറ്റർ ആണ് യൂണിറ്റ് ക്വാണ്ടിറ്റീസ്. യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എനി ക്വാണ്ടിറ്റി വിച്ച് ഈസ് മെഷേർഡ് അണ്ടർ യൂണിറ്റ് ഹെഡ്. യൂണിറ്റ് ഹെഡ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തുകൊണ്ട് മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സിനാണെന്ന് പറയുന്നത് യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 3 യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്: യൂണിറ്റ് സ്പീഡ്, യൂണിറ്റ് ഡിസ്ചാർജ് ആൻഡ് യൂണിറ്റ് പവർ. ഓരോന്നിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എച്ച് ഹെഡിലെ സ്പീഡ് n ആണെങ്കിൽ n/√h ആണ് യൂണിറ്റ് സ്പീഡ്. അതിൽ നമുക്കൊരു റിലേഷൻ കിട്ടുന്നു, n1/√h1 is equal to n2/√h2. അതുപോലെ തന്നെ യൂണിറ്റ് ഡിസ്ചാർജ് q/√h ആണ്. q1/√h1 is equal to q2/√h2. യൂണിറ്റ് പവർ p/h3/2 ആണ് വരുന്നത്. സോ p1/h1/3/2 is equal to ഇവിടെ p2 ആണ്, p2/h2/3/2. These are the unit quantities. Okay. ഇനി സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇപ്പൊ ടർബൈൻസിന്റെ മെയിൻ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് ടർബൈന്റെ ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലാണ്, അതുപോലെ തന്നെ കപ്ലാൻ ടർബൈൻ ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലാണ്, അതുപോലെ ആ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് തിയറി പോർഷൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കപ്ലാനിലൊക്കെ കൂടുതലും ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കൂടുതലും ചോദിക്കാറ്. അതിലെ നമ്പർ ഓഫ് ബ്ലേഡ്സുകൾ 4 to 6 ഒക്കെ ആണെന്നുള്ളതൊക്കെ റീസെന്റ് ചോദിച്ചു വന്നിട്ടുള്ളതാണ്. പമ്പ്സിനെ ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ റോട്ടോ ഡൈനാമിക് പമ്പ് ആൻഡ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. അപ്പൊ പമ്പിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് ഒരു റോട്ടോ ഡൈനാമിക് പമ്പാണ്. ഒരു റൊട്ടേറ്റിംഗ് ഇംപെല്ലർ എന്ന് പറയുന്ന ഭാഗമാണ് അതിന് എനർജി വാട്ടറിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് പമ്പിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. പവർ ഗിവൺ ടു ദ വാട്ടർ ബൈ പവർ അവൈലബിൾ അറ്റ് ദ ഇംപെല്ലർ. അപ്പൊ ഒരു പമ്പിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് മെക്കാനിക്കൽ എനർജിയാണ്, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ρGQH എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഈ പമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഹെഡാണ് മാനോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. ടർബൈനിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഹെഡാണ് നെറ്റ് ഹെഡ്. പമ്പിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന വാട്ടറിന്റെ ടോട്ടൽ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കിട്ടിയിട്ടുള്ളത് മാനോമെട്രിക് ഹെഡ് ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ് ഇംപെല്ലർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ മാനോമെട്രിക് എഫിഷ്യൻസി ഒരു ഹൈഡ്രോളിക് എഫിഷ്യൻസി പോലെ തന്നെയാണ്. പവർ ഗിവൺ ടു ദ വാട്ടർ ബൈ പവർ അവൈലബിൾ അറ്റ് ദ ഇംപെല്ലർ, അതായത് ρGQHM ഡിവൈഡഡ് ബൈ പി ഇംപെല്ലർ. അതാണെന്ത് ഈ മാനോമെട്രിക് എഫിഷ്യൻസി. ഇതിനെ നമുക്ക് ഹെഡിന്റെ ടേംസിലേക്ക് മാറ്റി പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് മാനോമെട്രിക് ഹെഡ് ഡിവൈഡഡ് ബൈ ഹെഡ് ഇംപാർട്ടഡ് ബൈ ദ ഇംപെല്ലർ ടു ദ ലിക്വിഡ്. ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, HM ഡിവൈഡഡ് ബൈ ഹെഡ് ഇംപാർട്ടഡ് ടു ദ ലിക്വിഡ്. അങ്ങനെ ഹെഡിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ ഓൾറെഡി ഞാൻ മാനോമെട്രിക് എഫിഷ്യൻസി പറഞ്ഞു, ρGQHM ഡിവൈഡ് ബൈ പി ഇംപെല്ലർ. ഇത് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇംപെല്ലർ പവർ ബൈ ഷാഫ്റ്റ് പവർ. ഇവിടെ ഷാഫ്റ്റ് പവർ ആയിട്ട് കിട്ടുന്നത് ഒരു മോട്ടറിൽ നിന്നുള്ള പവറാണ് ഷാഫ്റ്റ് പവർ ആയിട്ട് കിട്ടുന്നത്. ഓവറോൾ എഫിഷ്യൻസി ρGQHM ബൈ ഷാഫ്റ്റ് പവർ. ഓക്കെ, ഏത് കേസിലായാലും മറ്റ് 2 എഫിഷ്യൻസികളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും എപ്പോഴും ഓവറോൾ എഫിഷ്യൻസി എന്നുള്ളതും ഓർത്ത് വയ്ക്കാം. ഇനി സീരീസ് അറേഞ്ച്മെന്റ് ആൻഡ് പാരലൽ അറേഞ്ച്മെന്റ് ഓഫ് പമ്പ്സ്. പമ്പ്സിന്റെ തിയറി പോർഷൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് അതിന്റെ കോമ്പോണൻസുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്താണ് അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻസ്? സ്പൈറൽ കേസിംഗിന്റെ ഫംഗ്ഷൻ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആയിരിക്കും, ടർബൈനിൽ ഫോർവേഡ് കർവ്ഡ് ആയിരിക്കും, പമ്പിൽ ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ ഒന്ന് കോമ്പോണന്റ് വൈസ് ആയിട്ട് നോക്കി വെക്കാം. നമുക്ക് മറ്റൊരു ഭാഗം വരുന്നത് സീരീസ് പാരലൽ അറേഞ്ച്മെന്റ് ആണ്.
പമ്പിനെ സീരീസ് അറേഞ്ച് എന്ന് വെച്ചാൽ ഒരു ഷാഫ്റ്റിൽ തന്നെ ഒന്നിലധികം ഇംപെല്ലേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സീരീസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ഇംപെല്ലറിനെയും ഒരു സ്റ്റേജ് എന്നാണ് പറയാ. അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേജ് പമ്പ് എന്ന് പറയാറുണ്ട്. ഓരോ സ്റ്റേജിലും അതിന് എനർജി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അപ്ലിക്കേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മോർ ദാൻ വൺ ഇംപെല്ലർ ഇൻ എ സിംഗിൾ ഷാഫ്റ്റ്. ഡിസ്ചാർജ് ത്രൂ ഈച്ച് സ്റ്റേജ് സെയിം. അപ്പൊ ഓരോ സ്റ്റേജിൽ കൂടിയും പാസ് ചെയ്യുന്ന ഡിസ്ചാർജ് സെയിം ആയിരിക്കും. പക്ഷെ ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് ഹെഡ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടോ അതിനെ ഒരു സിംഗിൾ സ്റ്റേജിലെ പ്രഷർ റൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് സീരീസ് അറേഞ്ച്മെന്റ്. ഇതുപോലെ തന്നെ പാരലൽ അറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം പമ്പുകൾ ഒരേ ഡെലിവറി ഹെഡിനും സക്ഷൻ ഹെഡിനും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നതാണ് പാരലൽ അറേഞ്ച്മെന്റ്. അവിടെ ഹൈ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. മോർ ദാൻ വൺ പമ്പ്സ് അറേഞ്ച്ഡ് ബിറ്റ്വീൻ ദ കോമൺ സമ്പ് ആൻഡ് ഡെലിവറി പോയിന്റ്. ഹെഡ് ഡെവലപ്ഡ് ബൈ ഈച്ച് പമ്പ് ഈസ് സെയിം. ഓരോ പമ്പും ഡെവലപ്പ് ചെയ്യുന്നത് സെയിം മാനോമെട്രിക് ഹെഡ് ആയിരിക്കും. പക്ഷെ ഓരോന്നിനും കൂടിയുള്ള ഡിസ്ചാർജ് അൾട്ടിമേറ്റ്ലി ആഡ് ചെയ്ത് ഒരു ടോട്ടൽ ഡിസ്ചാർജ് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ഹൈ ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ടർബൈനിൽ പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് സ്പെസിഫിക് സ്പീഡ് പറയാൻ പറ്റും. ദാറ്റ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ഒരു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മീറ്റർ മാനോമെട്രിക് ഹെഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പമ്പിനെ എത്ര സ്പീഡിൽ കറങ്ങണം, അതാണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ വരുന്നത് n into √q by hm to the power 3/4, where hm is the manometric head, q is the discharge, n is the speed. Okay. Now, പമ്പിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡ് ആണ് NPSH, നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പമ്പ് മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്. അപ്പൊ പമ്പില് അബ്സല്യൂട്ട് 0 മാർക്ക് ചെയ്തു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് മാർക്ക് ചെയ്യുക, സക്ഷൻ പ്രഷർ മാർക്ക് ചെയ്തു, വെലോസിറ്റി ഹെഡ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇഫക്റ്റീവ് ഹെഡ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് അബ്സല്യൂട്ട് 0, ദിസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഈ ഒരു ഹൈറ്റ് ആണ്, ഇതാണ് എന്തിന്റെ ലെവല്, ഇതാണ് വേപ്പർ പ്രഷർ, ഇതാണ് സക്ഷൻ പ്രഷർ, ഇത് v²/2g. ഓക്കെ, ഇതാണ് ഫൈനൽ ലെവലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതാണ് NPSH എന്ന് പറയുന്നത്. NPSH ഇഫക്റ്റീവ് ഹെഡ് അറ്റ് ദ സക്ഷൻ സൈഡിൽ എന്ന് പറഞ്ഞാൽ സക്ഷൻ ഹെഡ് ഉണ്ട്, വെലോസിറ്റി ഹെഡ് ഉണ്ട്. സക്ഷൻ ഹെഡ് നെഗറ്റീവ് ആണ്, വെലോസിറ്റി ഹെഡ് പോസിറ്റീവ് ആണ്. ആ ഇഫക്റ്റീവ് ലെവലാണ് ഇത് കാണിക്കുന്നത്. സക്ഷൻ ഹെഡിന് വീണ്ടും വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്യാം, ഇവിടെ വരെ കിട്ടി. ഇനി അവിടെ മുതൽ ഓൾറെഡി നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിന്റെ വേപ്പർ പ്രഷർ ഉണ്ട്, ആ വേപ്പർ പ്രഷർ ലെവൽ മാർക്ക് ചെയ്യുക. ഇവർ തമ്മിലുള്ള ഇഫക്റ്റീവ് ഹൈറ്റ് ആണ് ഈ പറഞ്ഞ നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. ഈ നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് രണ്ട് രീതിയിലുണ്ട്, അവൈലബിൾ ഉണ്ട്, റിക്വയർഡ് ഉണ്ട്. അവൈലബിൾ എന്നുള്ളത് നമുക്ക് മാനുഫാക്ചർ തരുന്നതാണ്, റിക്വയർഡ് നമുക്ക് ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ കാവിറ്റേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഇല്ലാതിരിക്കാൻ NPSH അവൈലബിൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ NPSH റിക്വയർഡ്. അതിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് കണ്ടീഷൻ ഫോർ അവോയ്ഡിങ് കാവിറ്റേഷൻ. നൗ പമ്പില് മറ്റു കാര്യങ്ങളായിട്ട് നിങ്ങൾ അറിയേണ്ടത് പമ്പിന്റെ ഞാൻ ഈ പറഞ്ഞ ഈ കോമ്പോണൻസിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പമ്പിന്റെ പ്രിൻസിപ്പിൾ, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ ആണ്. ആ ഇമ്പല്ലറിൽ കൂടെ റേഡിയലി മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷറൈസ് വരുന്നുണ്ട്. അതിനൊപ്പം ആ ഒരു കേസിംഗിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു പ്രഷറൈസ് വരുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ ഒരു ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പമ്പിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഒരു കോമ്പണന്റ് ആണ് പമ്പ്. ഈ മെഷീനറികളെല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് ബൈ കമ്പയറിംഗ് ദ ഡയമെൻഷൻസ്. അതായത് ഒരു ഡയമെൻഷണൽ ഹോമോജിനിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുന്നത്. അതിൽ ആദ്യമേ അറിയേണ്ടത് ബക്കിംഗ്ഹാംസ് പൈ മെത്തേഡ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തില് ടോട്ടലി കുറെ വേരിയബിൾസ് ഉണ്ടായിരിക്കും, ആ പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വേരിയബിൾസ് ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഫണ്ടമെന്റൽ ഫോർമുല എഴുതി നോക്കിക്കഴിഞ്ഞാൽ മാസ്, ലെങ്ത്, ടൈം അങ്ങനെയുള്ള ചില ആൾക്കാരുടെ പേരിൽ മാത്രം നമുക്ക് അവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ബക്കിംഗ്ഹാംസ് പൈ തിയറം പറയുന്നത് ഈ എൻറ്റയർ പ്രോബ്ലത്തിനെ നമുക്ക് സെർട്ടൻ നമ്പർ ഓഫ് ഡയമെൻഷൻലെസ് പൈ ടേംസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ആ പൈ ടേംസിന്റെ എണ്ണം എത്രയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ആ പ്രോബ്ലത്തിലുണ്ട് മൈനസ് നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഇതാണ്, അതായത് n മൈനസ് m എന്നാണ് പറയാം. ഓക്കെ, number of dimensionless pi terms is n minus m. N is the total number of variables, m is the fundamental variables involved in that problem. Okay,
ഇതാണ് ബക്കിംഗ്ഹാം സ്പൈ മെത്തേഡ്. അപ്പൊ റെയ്ലേസ് മെത്തേഡ്, ബക്കിംഗ്ഹാം സ്പൈ മെത്തേഡ് ഇത് രണ്ടുമാണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അതിൽ ബക്കിംഗ്ഹാം സ്പൈ മെത്തേഡ് ആണ് ഒരുപാട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്. ഇനി ഈ പോർഷനിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഒന്നാമത്തെ ഈ പറഞ്ഞ ഫോഴ്സ് റേഷ്യോസ്. ഓക്കെ, ഓരോന്നിനെ സംബന്ധിച്ച ഫോഴ്സ് റേഷ്യോ, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻസ്, ഈ നമ്മൾ ഓരോ മെഷീനറി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ എന്താ ഈ ലോസ് ഉണ്ടല്ലോ, ആ ഡയമെൻഷനൽ നമ്പേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ലോസ് ഉണ്ട്, മോഡൽ ലോസ്. ആ മോഡൽ ലോസ് അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോ മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട ചില റിലേഷൻസ് അതിലുണ്ടായിരുന്നു. ആ റിലേഷൻസ് ആണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ആ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിച്ച റെയ്നോൾഡ്സ് നമ്പർ, ഇനേർഷ്യ ടു വിസ്കസ് ഫോഴ്സ് റേഷ്യോ ആണ്, വിച്ച് ഇസ് റോവിയൽ ബൈ മ്യൂ. അത് മെയിൻ ആയിട്ട് ഈ പൈപ്പിന്റെ, അതുപോലെ തന്നെ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സ്, പൈപ്പ്, ഡക്ട്, അതുപോലെ തന്നെ സബ്മർജ്ഡ് ബോഡീസിന്റെ അനാലിസിസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇനർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ് റേഷ്യോ ആണ് ഫ്രൂഡ് നമ്പർ V/√GL എന്നാണ് അതിന്റെ ഫോർമുല. ഫ്രീ സർഫസ് ഫ്ലോ, അതായത് OCH പോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഗ്രാവിറ്റി ഫ്ലോ, ഗ്രാവിറ്റി ഗവേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അനാലിസിസ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസിനും ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ തന്നെയാണ്. ഓക്കെ, ഇനി ഇനർഷ്യ ടു പ്രഷർ ഫോഴ്സ് റേഷ്യോ, ഇനർഷ്യ ടു പ്രഷർ ഫോഴ്സ് റേഷ്യോ ആണ് ഓയിലർ നമ്പർ V/√P/ρ. കാവിറ്റേഷൻ സ്റ്റഡീസിലാണ് മെയിൻ ആയിട്ട് ഈ ഓയിലർ നമ്പർ ഉപയോഗിക്കുന്നത്. ഇനർഷ്യ ടു സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് വെബർ നമ്പർ V/√σ/ρl. സർഫസ് ടെൻഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാപ്പിലാരിറ്റി സ്റ്റഡീസിലാണ് വെബർ നമ്പർ ഉപയോഗിക്കുക. ഇനർഷ്യ ടു ഇലാസ്റ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഫോഴ്സ് റേഷ്യോ ആണ് മാക് നമ്പർ. മാക് നമ്പർ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിലാണ് ഇത് ഉപയോഗിക്കുക, ഗ്യാസ് അനാലിസിസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ മാക് നമ്പർ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. മാക് നമ്പറിനെ നമുക്ക് ബേസിക് ഇക്വേഷൻ ഇനർഷ്യ ഫോഴ്സ് ടു ഇലാസ്റ്റിക് ഫോഴ്സ് റേഷ്യോ ആണെങ്കിലും അതിനെ രണ്ട് വെലോസിറ്റീസിന്റെ റേഷ്യോ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഒരു ഫ്ലോ വെലോസിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഫ്ലൂയിഡിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി സെയിം ഫ്ലൂയിഡിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി, ഈ റേഷ്യോ ആയിട്ട് മാക് നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാം. സോ V/√K/ρ, where K is the bulk modulus of the fluid, ρ is the density. ഇതാണ് എന്ത് മാക് നമ്പർ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാക് നമ്പർ ലെസ് ദാൻ 0.3 ഇറ്റ് ഈസ് ഇൻകംപ്രസിബിൾ, ഗ്രേറ്റർ ദാൻ 0.3 ഇറ്റ് ഈസ് കംപ്രസിബിൾ ഫ്ലോ, ലെസ് ദാൻ 1 സബ്സോണിക്, ഈക്വൽ ടു 1 സോണിക്, ഗ്രേറ്റർ ദാൻ 1 സൂപ്പർ സോണിക്, ഗ്രേറ്റർ ദാൻ 5 ഹൈപ്പർ സോണിക് ഫ്ലോ ആണ് വരുന്നത്. അതിൽ ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈവൻ ഗ്യാസ് ഫ്ലോ ആണെങ്കിൽ പോലും, ഗ്യാസിന് നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അതിന്റെ മാക് നമ്പർ ലെസ് ദാൻ 0.3 ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെയാണ് മോഡൽ ലോസ് എന്ന് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻ ആയിട്ട് രണ്ട് മോഡൽ ലോ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്, റെയ്നോൾഡ്സ് മോഡൽ ലോ ആൻഡ് ഫ്രൂഡ് മോഡൽ ലോ. ഓക്കെ, ഇതില് ഈ ഓരോ പാരാമീറ്ററിന്റെ റേഷ്യോ, ലെങ്ത് ഓൺ എനി പാരാമീറ്റർ ഓൺ മോഡൽ ബൈ എനി കറസ്പോണ്ടിങ് പാരാമീറ്റർ ഓൺ ദ പ്രോട്ടോടൈപ്പ്, അതിനാണ് റേഷ്യോ, ദാറ്റ് പാരാമീറ്റർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓൺ മോഡൽ ബൈ ലെങ്ത് ഓൺ പ്രോട്ടോടൈപ്പ്, ദാറ്റ് ഈസ് ലെങ്ത് റേഷ്യോ. ടൈം ഓൺ മോഡൽ ബൈ ടൈം ഓൺ പ്രോട്ടോടൈപ്പ് ഈസ് ടൈം റേഷ്യോ. അങ്ങനെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഷ്യോസ് ഈ രണ്ട് മോഡൽ ലോസിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് പഠിക്കാനെങ്കിലും ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യാനായിട്ടെങ്കിലും ശ്രമിക്കുക. അത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. റെയ്നോൾഡ്സ് മോഡൽ ലോ അല്ലെങ്കിൽ റെയ്നോൾഡ്സ് ഫ്രൂഡ് മോഡൽ ലോ ബേസിക്കലി പറയുന്നത് കറസ്പോണ്ടിങ് നമ്പർ ഓൺ ദ മോഡൽ ആൻഡ് കറസ്പോണ്ടിങ് നമ്പർ ഓൺ ദ പ്രോട്ടോടൈപ്പ് മസ്റ്റ് ബി ഈക്വൽ. Reynolds number on model equal to Reynolds number on prototype. Froude number on model is equal to Froude number on prototype. ഓക്കെ, ഇതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻസ് നിങ്ങൾക്ക് അറിയാലോ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ VL/ന്യൂ അല്ലെങ്കിൽ VD/ന്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് തന്നെ മോഡലിലും പ്രോട്ടോടൈപ്പിലും ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അതിൽ നിന്ന് ഓരോ റേഷ്യോസും നമുക്ക് എഴുതാനായിട്ട് പറ്റും. മിക്കവാറും കേസിൽ മോഡലിലെയും പ്രോട്ടോടൈപ്പിലെയും ഫ്ലൂയിഡ്സ് സെയിം ആയിട്ടാണ് എടുക്കാറ്. ഇപ്പൊ നിങ്ങൾ ഒരു പൈപ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മോഡലിലും പ്രോട്ടോടൈപ്പിലും വാട്ടർ തന്നെയാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ന്യൂ മോഡലും ന്യൂ പ്രോട്ടോടൈപ്പും അത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആണ്, അത് രണ്ടിലും സെയിം ആയിട്ട് എടുക്കാം. അതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഉണ്ടോ? ഇത് ഞാൻ ക്യാൻസൽ ചെയ്യാതെയാണ് എല്ലാ ഇക്വേഷൻസ് എഴുതിയിരിക്കുന്നത്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് സെയിം ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന ഡെൻസിറ്റി, വിസ്കോസിറ്റി, അതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞതാണ്. ജസ്റ്റ് ലെങ്ത് റേഷ്യോയുടെ ടേംസിൽ മാത്രമായിട്ട് ഇക്വേഷൻസ് മാറും. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ വെലോസിറ്റി റേഷ്യോ അറിഞ്ഞിരിക്കണം, ടൈം റേഷ്യോ അറിഞ്ഞിരിക്കണം, ഡിസ്ചാർജ് റേഷ്യോ എങ്കിലും അറിഞ്ഞിരിക്കണം. ഈ മൂന്നെണ്ണെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. അതിൽ സിവിലിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രൂഡ് മോഡലിലോ ആണ്. കാരണം ഓപ്പൺ ചാനൽ ഫ്ലോഡ് അനാലിസിസിനും ഒക്കെ ഉപയോഗിക്കുന്നത് ഫ്രൂഡ് മോഡലിലോ ആയതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
ഇനി മറ്റ് മെഷീനറിയിൽ ഒക്കെ വരുമ്പോൾ മെഷീനറിയിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹെഡ്, സ്പീഡ്, ഡയമീറ്റർ തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. ഇത് പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ഇത് പ്രോബിൾ ആയിട്ട് ചോദിക്കാം. അതായത് ഒരു മോഡലിൽ എത്രയാണ്, പ്രോട്ടോടൈപ്പിൽ എത്ര എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻ ചോദിക്കാം. n പ്രപ്പോർഷൻ ടു n സ്ക്വയർ, n പ്രപ്പോർഷൻ ടു d സ്ക്വയർ, അങ്ങനെയുള്ള റിലേഷനും വേണമെങ്കിൽ ചോദിക്കാം. ഇതെല്ലാം ഈ റിലേഷനിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിലും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ മിക്കവാറും കേസുകളിൽ ഡയമീറ്റർ സെയിം എന്നോ അല്ലെങ്കിൽ സ്പീഡ് സെയിം എന്നോ അങ്ങനെയുള്ള പല കണ്ടീഷൻസ് തരാം. അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ്. ഓക്കെ, ഇതിൽ ടോർക്ക് റേഷ്യോ ഒന്നും വേണമെന്നില്ല, ഫോഴ്സ് റേഷ്യോ, ബാക്കിയുള്ള കാര്യങ്ങൾ സ്പീഡ്, പവർ, ഡിസ്ചാർജ്, ഇവര് തമ്മിലുള്ള റിലേഷൻസ്, ഹെഡ്, ഇവര് തമ്മിലുള്ള റിലേഷൻ, ഈ ടേബിൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫ്ലൂയിഡിൽ പഠിക്കാനുണ്ട്. ഇത് വളരെ ലെങ്തി ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സബ്ജക്ട്. അതിന്റെ തന്നെ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറെയൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കാം, എന്നാലും കാരണം ഇതിന്റെ ഒരു എക്സാക്ട് ഡെപ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡെപ്തിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ജസ്റ്റ് ബോയൻസി, ഫ്ലോട്ടേഷൻ, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, അങ്ങനെയുള്ള വേർഡിങ്സ് മാത്രമേ നിങ്ങളുടെ സിലബസിലുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ഡെപ്തിൽ വേണമെങ്കിലും ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഇട്ടുകൊണ്ടാണ് ആ സിലബസ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഗ്രാസ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി ചില എക്സാംസിന് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കാം, എന്നാലും ഒന്നും കൂടെ റിവൈസ് ചെയ്ത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫോർമുലകൾ തെറ്റാതെ, സ്ക്വയർ ആണോ, സ്ക്വയർ റൂട്ട് ആണോ, ക്യൂബ് ആണോ, ഇതൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയാൽ മതി. മാക്സിമം മിനിമം ഇത്രയെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് തന്നെ മാക്സിമം റിവൈസ് ചെയ്യുക, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും വെരി ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ സൈഡ് ആൻഡ് താങ്ക് യു.